السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യനായ താജ് ആലുവ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ ദോഹ മേഖലയുടെ പ്രസിഡന്റ് PM അബൂബക്കർ സാഹിബ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക ദൗത്യത്തിൻ്റെ കാലിക പ്രസക്തിയെ സംബന്ധിച്ചുള്ള ഈ പ്രഭാഷണ പരിപാടിയിൽ നേരത്തെ സഹോദരൻ താജ് അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ സംസാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് വലിയ വിശദീകരണങ്ങളില്ലാതെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിലെ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയം നീതിയെയും സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള ചർച്ച ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ ഒരു ബദലായി മുന്നോട്ട് വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം ഏറ്റവും കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുന്നത്, സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഈ സാമൂഹികമായ ഗുണങ്ങളെയും വശങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ്. എൻ്റെ സംസാരത്തിൻ്റെ കുറച്ച് ഭാഗം താത്വികവും പ്രത്യയശാസ്ത്രപരവുമായ അത്തരം വിഷയങ്ങളിലേക്കാണ് തിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചർച്ചകളും മുടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് സ്വാഭാവികമായും ചില കാര്യങ്ങൾ അതേപ്പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടി ഏകദേശം 1 മണിക്കൂറിൻ്റെ വിസ്തൃതിക്കകത്ത് നിർവഹിക്കപ്പെടേണ്ടതായതുകൊണ്ട് വലിയ വിശദീകരണങ്ങളില്ലാതെ ആമുഖങ്ങൾ ഇനി ഒഴിവാക്കി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ ഈ ശീർഷകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ കുറേ കാലമായി മനുഷ്യന്റെ മൗലികമായ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് അവർ മനസ്സിലാക്കിയ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പലവിധത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായി നമ്മുടെ മുമ്പിലുണ്ട്. ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളുടെ കാഴ്ചപ്പാടിൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാണ്. ഒരു മനുഷ്യനെ അങ്ങനെ മനസ്സിലാക്കാനേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും പാർപ്പിടം കൊണ്ടും മാത്രം മനുഷ്യനെന്ന് പറയുന്ന ഈ ഇരുകാലി ജന്തു, അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. മാൻ ഈസ് എ റാഷണൽ ബീയിങ്, ഒരു യുക്തിപരമായ ജന്തുവാണ് മനുഷ്യൻ. പണ്ടേ മനുഷ്യനെ അങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ നിർവചനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും മനുഷ്യൻ എന്ന് പറയുന്ന ഈ സവിശേഷമായ പ്രകൃതങ്ങളുള്ള ഈ ജീവിയെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ പൊതുവെ ആവശ്യം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാണ്. ഇതൊരു യുക്തിപരമായ ജന്തുവായതുകൊണ്ട് വസ്ത്രം വേണം എന്നവർ വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യവുമില്ല എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 ആവശ്യങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി പദ്ധതികളും പ്രസ്ഥാനങ്ങളും ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ പല മേഖലകളിലും നടന്നു. അതിന് ചിലപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ, അല്ലെങ്കിൽ സോഷ്യലിസത്തിന്റെ, അല്ലെങ്കിൽ സയന്റിഫിക് സോഷ്യലിസം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഒരുപാട് കാലമായിട്ട് നടന്നു. ആ പരീക്ഷണങ്ങളുടെ കഥ പറയേണ്ട നേരമല്ല ഇത്. പറയേണ്ടതില്ലാത്ത വിധം അതിന്റെ വേദനകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം അതിന് വലിയ വില കൊടുക്കിയിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകത്തൊക്കെയും ഭൗതികമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത വിലയാണ് മനുഷ്യൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. എല്ലാവരും സിദ്ധാന്തിച്ചു, ഇതാ വരാൻ പോകുന്നു ഒരു സമ്പൂർണമായ ക്ഷേമരാജ്യം, വർഗങ്ങളും വർണ്ണങ്ങളുമില്ലാത്ത, വിഭജനങ്ങളില്ലാത്ത, സമത്വത്തിലും നീതിയിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം. അതാണ് എല്ലാവരും പ്രദാനം ചെയ്തത്.
അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് അവർ നിർണയിച്ചതേതോ അതിന്റെ പൂർത്തീകരണവും നടക്കും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി മാനവ സമൂഹം കുറെ കാലം മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ലോകം മുഴുക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ പരസ്യമായി വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തുതയും ഒരു പഠനവും ആവശ്യമില്ലാത്ത വിധം ഇത് വ്യക്തമാണ്. കുറെ ആളുകൾ പുരോഗതി ആർജിച്ചു എന്ന കാര്യം സത്യമാണ്. പുരോഗതി ആർജിച്ചവർ അനിയന്ത്രിതമായ സമ്പത്തിന്റെ ഉടമകളായി മാറി. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പോലും നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉള്ളവർ കൂടുതൽ ഉള്ളവരാവുകയും ഇല്ലാത്തവർ കൂടുതൽ ഇല്ലാത്തവരാവുകയും ചെയ്തു എന്ന്. പിന്നോക്ക സമുദായം എന്ന് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ 19 കൊല്ലം പിന്നാക്ക സമുദായത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് ആകെ മാറിയിട്ടുള്ളത് പിന്നോക്കം എന്ന പ്രയോഗം പിന്നാക്കം എന്നായിട്ടുണ്ട് എന്നത് മാത്രമാണ്. ഇപ്പൊ പിന്നാക്ക സമൂഹം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഒരു ലേശം പുരോഗതി ആ പദപ്രയോഗത്തിൽ വന്നതായിരിക്കാം ഒരുപക്ഷെ ഈ വലിയ സേവനം എന്ന് പറയുന്നത്. ദാരിദ്ര്യരേഖക്കടിയിലുള്ള ആളുകളെ ദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രേഖ മാറ്റിവരക്കുകയല്ലാതെ വേറെ ഒരു ചുപ്പടി വിദ്യയും നമ്മുടെ കൈകാര്യകർത്താക്കളുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പട്ടിണി കിടക്കുന്ന വിഭവക്കമ്മിയാണ് കാരണമെന്നാണ് പറയുന്നത്. രൂക്ഷമായ ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്ന ചില രാഷ്ട്രങ്ങൾ തന്നെയുണ്ട്. രൂക്ഷമായ ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്ന രാഷ്ട്രങ്ങൾ പോലും ലോകത്തുണ്ടായിട്ടുള്ളത് വിഭവക്കമ്മിയുടെ കാരണം കൊണ്ടല്ല. എല്ലാവർക്കും ആവശ്യമായ വിഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് വാസ്തവം. എല്ലാവരും അവരവരുടേതായ സ്വഭാവത്തിൽ ഉപഭോഗത്തിൻ്റെതായ ഒരു മനുഷ്യ സംസ്കാരം ഉപഭോഗത്തിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നില്ല. കാരണം ആർത്തി മൂത്ത് അനിയന്ത്രിതമായ വ്യാമോഹത്തിന്റെ പിന്നാലെ പോവുക എന്നത് മനുഷ്യന് ചേർന്ന കാര്യമല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട് പട്ടിയെ പറ്റി. പട്ടിയെ ഖുർആൻ ഉപമിച്ചിട്ടുണ്ട് വ്യാമോഹത്തിന്റെ പ്രതീകമായിട്ട്. പട്ടിയെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വിട്ടാലും, അതിനെ നിങ്ങൾ കടലിൽ കൊണ്ടുപോയിട്ട് അലമാലകൾ ആർത്തിരമ്പുന്ന സമുദ്രത്തിന്റെ നടുവിൽ ഈ പട്ടിയെ കൊണ്ടുപോയി വിട്ടാൽ അവിടെയും അത് നാക്ക് നീട്ടും. അതിനെ നിങ്ങൾ പിടിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടാലും അവിടെയും അത് നാക്ക് നീട്ടും. ഈ വ്യാമോഹത്തിന്റെ പ്രതീകമായ പട്ടിയെ പറ്റി ഇമാം ഗസാലിയുടെ ഉപമ ഒരു സദ്യയാണ്. രാജാവ് വലിയ വലിയ VVIPകളായ ആളുകളെ ക്ഷണിച്ചിട്ട് മനോഹരമായ ഒരു വേദി ഒരുക്കി വിശിഷ്ടമായ ഒരു സദ്യ. അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു പട്ടിയുമുണ്ട്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തുണ്ട്. പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ യൂറോപ്പിലുണ്ട് എന്നാ പ്രസംഗിച്ചിരുന്നത്. എന്ത് പട്ടിയെ മനുഷ്യന്റെ കുട്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുട്ടി ഊട്ടിയിലും ഊട്ടിയിലെ പട്ടി വീട്ടിലും. അപ്പൊ സ്വന്തം കുട്ടിയെ ഊട്ടിയിൽ പഠിക്കാൻ വിട്ടിട്ട് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നൽകാൻ പറഞ്ഞു വിട്ടിട്ട് ആ കുട്ടിയുടെ സ്ഥാനം പട്ടിക്ക് കൊടുത്തിട്ട് പട്ടിയെ പരിപാലിക്കുന്ന ഒരു തലമുറ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ പോയാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഡിഷ് ആന്റിന ഫിറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ വീടിന്റെ മുമ്പിൽ ഈസി ചെയറിൽ മേഡത്തിന്റെ മടിയിൽ പട്ടി. അപ്പൊ പട്ടിയെ കുട്ടികളെക്കാളും പരിപാലിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് രൂപ ഓരോ ദിവസവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനസമൂഹങ്ങളുള്ള അതേ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ കുട്ടികളെയും പട്ടികളെയും ഒന്നിച്ച് പ്രദർശിപ്പിക്കുന്ന മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വൃത്തിവട്ടന്മാർ ജന്മം നൽകിയതും ഈ പട്ടികൾ ജന്മം നൽകിയതും ഒരുപോലെയാണോ എന്ന ഒരു താരതമ്യം മത്സരവേദികളിൽ അരങ്ങേറുന്നത് നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ മുതലാളിത്തത്തിന്റെ എല്ലാ അസുഖങ്ങളും പിടിപെട്ടു. ഞാൻ പറഞ്ഞു വന്നത് ആ സദ്യയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ സദ്യ ഇന്ന് നമുക്കൊരു സാങ്കല്പിക കഥയല്ല, നമ്മുടെ ഒരു പ്രായോഗിക അനുഭവമാണ്. വലിയ സദ്യയിലേക്ക് VVIPകളായ ആളുകളോടൊപ്പം ഒരു ക്ഷണിക്കപ്പെട്ടതിൽ ഒരു പട്ടിയുമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ സ്റ്റേജിലിരുന്നു. മുന്തിയ ഭക്ഷണം അവർക്ക് ഒരുക്കിയിരിക്കുന്നു. അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അവരെ മതിയാകുന്നത് വരെ തിന്നിട്ട് അവസാനം ഇവർക്ക് വേണ്ടെന്ന് വെച്ച് ഇവർ ബാക്കിയാക്കിയപ്പോ ഈ രാജകൊട്ടാരത്തിലെ പരിവാരങ്ങൾ ഈ വേസ്റ്റുകൾ എടുത്തുകൊണ്ട് ഓടയിലേക്കിട്ടു. ഈ വിശിഷ്ട ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ, ഈ അവശിഷ്ടങ്ങൾ ഈ ഓടയിൽ കിടന്ന് അവിടെ നിന്ന് അതിന്റെ നറുമണം അടിച്ചു വീശിയത് കണ്ടപ്പോ നാട്ടിൽ നാഥനില്ലാതെ തിരിഞ്ഞു നടക്കുന്ന ലോക്കൽ പട്ടികൾ വന്നു. ലോക്കൽ പട്ടികൾ ഈ വേസ്റ്റിന് വേണ്ടിയിട്ട് കടിപിടി കൂടി. ഈ ലോക്കൽ പട്ടികളുടെ കടിപിടി കേട്ടപ്പോ ഈ വേദിയിലിരിക്കുന്ന VVIP പട്ടി അതിന്റെ നിലമറന്നുകൊണ്ട് കുരച്ചുകൊണ്ട് അങ്ങോട്ട് ചാടി എന്നാണ് പറയുന്നത്. ഇത് മതിയാക്കിയപ്പോഴാണ് അങ്ങോട്ടിട്ടത്, അവിടുന്ന് കുര കേട്ടപ്പോൾ അങ്ങോട്ടും ചാടി. ഈ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തം മനുഷ്യനെ പഠിപ്പിച്ചത്. ആ സ്വഭാവത്തെപ്പറ്റി ഒരിക്കലും തന്നെ
മനുഷ്യത്വപരമായ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ ചർച്ച എവിടെ നിന്നാണ് ഇതിലേക്കൊക്കെ വന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മനുഷ്യത്വപരമായ ഉപഭോഗശീലം, ഇസ്ലാമികമായ ഉപഭോഗം എന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ആർത്തിമൂത്തവനായിട്ട് മാറുക, വ്യാമോഹത്തിന്റെ പിന്നാലെ പോവുക. എത്ര കിട്ടിയാലും ശരി, കരളാണെങ്കിൽ കരള്, കൊടലാണെങ്കിൽ കൊടല്, ചോരയാണെങ്കിൽ ചോര, കിട്ടുന്നിടത്തോളം കുടിച്ചു വാർക്കണം, കടിച്ചു കീറണം എന്ന മനസ്സുമായിട്ട് നടക്കുന്നവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല. ഈ ഭൗതിക സംസ്കാരം ജന്മം നൽകിയത്, ഈ മുതലാളിത്തം ജന്മം നൽകിയത്, സോഷ്യലിസത്തിന് പോലും ആ അസുഖത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിൽ വലിയ അന്തരമില്ലേ എന്ന് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി വളരെ ശാന്തമായി ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് ആലോചിക്കാം. എന്റെ സുചിന്തിതമായ അഭിപ്രായം, മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള അന്തരം അത് സമ്പത്തിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന ഒരു വിഷയത്തിൽ മാത്രമാണ്. അതായത് രണ്ടുപേരും യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാടിൽ ധനം എന്ന് പറയുന്നത് വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. സോഷ്യലിസത്തിന്റെ കാഴ്ചപ്പാടിൽ, കമ്മ്യൂണിസത്തിന്റെ സങ്കല്പത്തിൽ ഈ സമ്പത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലാണ്. സ്റ്റേറ്റ് വഴിക്കാണോ അതല്ല നേർക്ക് നേരെയാണോ ഈ സമ്പത്തിന്റെ ഉടമസ്ഥത? ഇതിലെ ഇവർ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇത് മനുഷ്യന്റേതാണ് എന്ന കാര്യത്തിൽ ഈ രണ്ടു കൂട്ടരും ഏകാഭിപ്രായക്കാരാണ്. അപ്പൊ സമ്പത്ത് നമ്മുടേതാണ്, സമ്പത്ത് ഞങ്ങളുടേതാണ്. ഈ കാര്യത്തിൽ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്റെ ധനം, എന്റെ അധ്വാനം, എന്റെ ഇഷ്ടം. പണ്ട് ശുഐബ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചതുപോലെ, ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ ധനം, ഞങ്ങളുടെ ഇഷ്ടം, എന്താ പ്രശ്നം? ഇങ്ങനെയാണല്ലോ ചോദിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഞങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ച നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ, അത് മുതലാളിത്തത്തിന്റെ ഹുങ്കിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യമാണ്. ഈ അടിത്തറയിലും ഈ കാഴ്ചപ്പാടിലും ഇത് സാമ്പത്തിക രംഗത്താണ്. വ്യാമോഹത്തിന്റെയും ദുരയുടെയും ആർത്തിയുടെയും അനിയന്ത്രിതമായ ഈ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു കാഴ്ചപ്പാട്, അത് സാമ്പത്തിക രംഗത്ത് അങ്ങനെയാണെങ്കിൽ സാമൂഹിക ജീവിതത്തെ മൊത്തം നിയന്ത്രിക്കുന്ന അധികാരത്തെയും ഭരണത്തെയും സംബന്ധിച്ച് ഇവരൊരു വലിയ സിദ്ധാന്തം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ജനാധിപത്യം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം, ഏറ്റവും വലിയ ബലഹീനത എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാവരും നമ്മോട് പറയുന്നു ജനങ്ങൾക്ക് ആധിപത്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഓരോരുത്തരെയും പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എന്റെ മേൽ എന്തെങ്കിലും ആധിപത്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മേൽ എന്തെങ്കിലും ആധിപത്യമുണ്ടോ? നമുക്ക് നമ്മുടെ മേലൊരു ആധിപത്യം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊരു ദരിദ്ര രാജ്യമായ ഇന്ത്യയിൽ ജനിക്കുമായിരുന്നോ? നമ്മൾ വല്ല പറ്റും 1-ാം ലോക രാജ്യം, 2-ാം ലോക രാജ്യം, 3-ാം ലോക രാജ്യം എന്നൊക്കെ പറയില്ലേ? ഇതിൽ 1-ാം ലോക രാജ്യത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കൂലേ? നമ്മൾ അങ്ങനെ ഇന്ന് നമ്മളുടെ ജനനം നമ്മൾ തീരുമാനിച്ചതാണോ? നമ്മുടെ അവയവങ്ങളുടെ ഉപയോഗം നമ്മൾ നിശ്ചയിച്ചതാണോ? നമ്മളുടെ മാതാപിതാക്കൾ ആരാകണം നമ്മൾ തീരുമാനിച്ചതാണോ? നമുക്ക് അസുഖം വരുന്നത് നമ്മളുടെ സമ്മതത്തോടു കൂടിയാണോ? നമ്മൾ മരിച്ചു പോകുന്നത് മരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോഴാണോ? അല്ല. നമുക്ക് നമ്മുടെ മേലൊരു സ്വാതന്ത്ര്യവുമില്ല, നമുക്ക് നമ്മുടെ മേലൊരു അധികാരവുമില്ല. ഓരോരുത്തരെ കുറിച്ചും ഓരോരുത്തരും ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ മേലൊരു അധികാരവുമില്ല. അപ്പൊ സ്വന്തത്തിന്റെ മേൽ ആധിപത്യമില്ലാത്ത, മറ്റുള്ളവരുടെ കാര്യം പോകട്ടെ, എനിക്ക് മറ്റുള്ളവരുടെ മേൽ ആധിപത്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് എന്റെ മേലിൽ തന്നെ ആധിപത്യമില്ല. സ്വന്തത്തിന്റെ മേലിൽ തന്നെ ആധിപത്യമില്ലാത്ത കുറെ ആളുകൾ സമ്മേളിച്ചാൽ എങ്ങനെ ജനാധിപത്യമാകും? എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പോയിന്റാണിത്. കുറെ കണ്ണുവട്ടന്മാര് സമ്മേളനം നടത്തിയാൽ കണ്ണുള്ള ആളായി മാറുമോ? കുറെ മടന്തന്മാർ ഒരു സ്ഥലത്ത് സംഗമിച്ചു എന്നതുകൊണ്ട് 2 കാലുള്ള ഒരു മനുഷ്യനായിട്ട് അവർ തീരുമോ? ഇല്ലെങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ പ്രയോഗ തലത്തിൽ നടക്കാത്ത ഒരു അവകാശവാദമാണ്. മനുഷ്യന് കഴിയാത്തതൊന്നും അവൻ വാദിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കാണ് ആധിപത്യം. സുപ്രീം സോവറിറ്റി മനുഷ്യന്റെ മേൽ മനുഷ്യന് തന്നെയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ മൗലികമായ ഒരു പരിമിതി, അടിസ്ഥാനപരമായ ഒരു പരിമിതി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യന്റെ മേൽ മനുഷ്യന് തന്നെ സ്വതന്ത്ര പരമാധികാരം. പ്രവാചകന്റെ സന്ദേശത്തിന്റെ പ്രസക്തി അവിടെയാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മനുഷ്യന്റെ മേൽ അങ്ങനെ സ്വതന്ത്രമായ ആധിപത്യമില്ല. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ നിരന്തരം ഉത്ബോധിപ്പിച്ചു പോന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് മനുഷ്യന്റെ മേൽ ആധിപത്യമില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാ മനുഷ്യരും തുല്യരാണെന്നിരിക്കെ ഒരുവൻ മറ്റൊരുവന് വേണ്ടി നിയമം നിർമ്മിച്ചുകൂടാ. അതുകൊണ്ട് നിയമവും മാർഗനിർദ്ദേശവും സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നായിരിക്കണം ലഭ്യമാകേണ്ടത്. ഇത് സയ്യിദ് അബുൽ ആല മൗദൂദി കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമല്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനങ്ങളിൽ ഒരു പ്രഖ്യാപനമാണ്. അഫഗൈറല്ലാഹി യബ്തഗി ഹകമൻ വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല.
സൂറത്തുൽ അൻആമിലെ നിങ്ങൾക്ക് കാണാം, അഫഗൈറല്ലാഹി യബ്തഗി ഹക്കമൻ വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅലമൂന അന്നഹു മുനസ്സലുൻ മിർ റബ്ബിക ബിൽ ഹഖ് വലാ തകൂനന്ന മിനൽ മുംതരീൻ വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല ലാ മുബദ്ദില ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം വമൻ തുതി അക്സറ മൻ ഫിൽ അർളി യുളില്ലൂക അൻ സബീലില്ലാഹ് ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. എന്താണ് ഈ ആയത്ത് പറയുന്നതെന്നറിയോ? ഈ ആയത്ത് വളരെ സൂക്ഷ്മമായിട്ട് മുസ്ലിം സമൂഹം പഠിക്കണം. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം കഴിഞ്ഞ 50-ലേറെ വർഷമായി മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ എന്നല്ല, മാനവ സമൂഹത്തിന്റെ മുമ്പിൽ, വിശേഷ്യ ഇന്ത്യയിലെ ജനസമൂഹത്തിന്റെ മുമ്പിൽ ഈ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവല്ലാത്ത ഒരു തീർപ്പിന്റെ കേന്ദ്രത്തെ, ഒരു നിയമത്തിന്റെ ഉറവിടത്തെ, ശരിതെറ്റുകൾ നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡമായിട്ട് അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു സോഴ്സ്, ഒരു ഉറവിടം ഞാൻ സ്വീകരിക്കുകയോ? ഇപ്പൊ സ്വവർഗരതിയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉരുണ്ടുപിരണ്ട ആ കളിയുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആനുകാലികങ്ങളിലേക്ക് അധികം പോയാൽ ഈ ചർച്ച ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. പക്ഷേ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, എവിടെ നിന്നാണ് നിയമങ്ങൾ ഉണ്ടായി വരുന്നത്, എവിടെ നിന്നാണ് ശരിതെറ്റുകൾ രൂപപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മദ്യം അനുവദനീയമാണ്, മദ്യം ദേശീയ പാനീയാക്കിയിട്ടൊന്നുമില്ല എന്നേ ഉള്ളൂ. മദ്യം അനുവദനീയമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഈ മദ്യം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ പറ്റി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ കണ്ടു, പിന്നെ TV-യിൽ ന്യൂസിന്റെ ഇടയിൽ എഴുതി കാണിക്കുന്നത്, തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മദ്യപിക്കാൻ പാടില്ല, വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കാൻ പാടില്ല, ക്ലാസ്സിൽ പോകുമ്പോൾ മദ്യപിക്കാൻ പാടില്ല, വോട്ടിന്റെ തലേന്നു മുതൽ മദ്യപിക്കാൻ പാടില്ല. എന്നാ പിന്നെ മദ്യം പാടില്ല എന്ന് പറഞ്ഞൂടെ? എന്താണ് അടിസ്ഥാന പ്രശ്നം എന്ന് കാണുകയും ആ പ്രശ്നത്തെ ആർജവത്തോടെ നേരിടാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിസന്ധിയിൽ നിന്നൊരു സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ? ഗുരുതരമായ പ്രശ്നമല്ലേ? എവിടെന്നാ ഈ മദ്യത്തിന് ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയത്? മദ്യം മാത്രമല്ല, പലിശ നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നമാണ്. ഞാൻ പലിശയെയും മദ്യത്തെയും കുറിച്ച് പ്രസംഗിക്കാനല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചർച്ചയുടെ മർമ്മം എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ മേൽ മനുഷ്യരുടെ സ്വതന്ത്ര അധികാരം ഉപയോഗപ്പെടുത്തിയ ഒരു സമൂഹവും ലോകത്ത് ഗുണം പിടിച്ചിട്ടില്ല. നിയമത്തിന്റെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നതിന്റെ സ്വതന്ത്ര അധികാരം മനുഷ്യനാണ് എന്ന് തീരുമാനിച്ച ഒരു സമൂഹവും ലോകത്ത് ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല, ഗുണം പിടിക്കാൻ പോകുന്നുമില്ല. തീർത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വസ്തുതയാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അഫഗൈറല്ലാഹി യബ്തഗി ഹക്കമൻ. നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരു വിധികർത്താവിനെ സ്വീകരിക്കുകയോ? അള്ളാഹു വിധികർത്താവുക എന്ന് പറഞ്ഞാൽ അള്ള ഇങ്ങനെ നീളംകുപ്പായ ഇട്ട് പൈജാമയും ചെറുവാണി ഇട്ട്, അല്ലെങ്കിൽ എന്നിട്ടൊരു തലേക്കെട്ടും കെട്ടി, അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ച്, കയ്യിലൊരു അറാഖിന്റെ കമ്പും മറ്റേ കയ്യിലൊരു തസ്ബീഹ് മാലയും പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും അങ്ങനെ നാട് ഭരിക്കാൻ വരുന്നല്ല. അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമ്മെ പഠിപ്പിച്ച ഈ നിയമത്തിന്റെ ഉറവിടമുണ്ടല്ലോ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും, ഇത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനസമൂഹങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് നമ്മുടെ കാലത്തിനനുസൃതമായ രീതിയിൽ ആ അടിസ്ഥാനങ്ങൾക്ക് എങ്ങനെ ജീവൻ നൽകാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കണം. ആ ആലോചനയും ആ പ്രഖ്യാപനവും ആ പ്രവർത്തനവും നിങ്ങൾ നടത്തുമ്പോൾ അബദ്ധം പറ്റിയാലും കൂലി, അതല്ലേ ഇജ്തിഹാദിന് 2 പ്രതിഫലം എന്ന് പറഞ്ഞത്? തെറ്റിയാലും കൂലി, തെറ്റിയാൽ കൂലിയുള്ള ഒരേ ഒരു കാര്യം ഇജ്തിഹാദാണ്, പഠന ഗവേഷണം എന്ന് പറയാം. അതായത് ഇസ്ലാമിക വ്യവസ്ഥിതിയെ ഓരോ കാലഘട്ടത്തിന്റെയും ഭാഷയിൽ വായിച്ചെടുക്കുവാനുള്ള ശ്രമത്തിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് തെറ്റിയാലും കൂലി, അത്രമാത്രം ഔദാര്യം അള്ളാഹു ഈ മനുഷ്യ സമൂഹത്തോട് ചെയ്തിരിക്കുകയാണ്. അഫഗൈറല്ലാഹി യബ്തഗി ഹക്കമൻ, അവിടുന്നാണ് നമ്മൾ പോകുന്നത്. അഫഗൈറല്ലാഹി യബ്തഗി ഹക്കമൻ വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല. നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരു നിയമത്തിന്റെ ഉറവിടത്തെ സ്വീകരിച്ചിരിക്കുകയാണോ? ഏതവസ്ഥയിൽ? വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല. അവൻ നിങ്ങൾക്ക് വളരെ വിശദമായ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹ് പറയാണ്, ഒരു വിശദമായ ഗ്രന്ഥം. നമ്മുടെ അഭിപ്രായം അതന്നെയാണല്ലോ, എല്ലാ മതസംഘടനകളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് ഇത് പറയാൻ ഇസ്ലാമിക പ്രസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ പ്രശ്നമൊന്നുമില്ല. ഇന്ന് എല്ലാവരും പറയുന്നു ഇസ്ലാം സമ്പൂർണ്ണമാണ്, സമഗ്രമാണ്, കാലികമാണ്, ശാസ്ത്രീയമാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് അല്ലാഹ് പറയുന്നത്, വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല. ഒരു സമഗ്രമായ ഗ്രന്ഥം അവൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ഗ്രന്ഥവും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പിന്നെ നിയമത്തിന്റെ ഉറവിടം തേടി വേറെ വേറെ പാർട്ടികളിലും പദ്ധതികളുടെയും പാർട്ടികളുടെയും പിന്നാലെ പോവുകയോ? അഫഗൈറല്ലാഹി യബ്തഗി ഹക്കമൻ വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅലമൂന അന്നഹു മുനസ്സലുൻ മിർ റബ്ബിക ബിൽ ഹഖ്. ഈ ഗ്രന്ഥം കയ്യിലുള്ള ആളുകൾക്കറിയാം ഇത് സത്യമായിട്ടും അള്ളാഹു ഇറക്കിയതാണ്, അതിലൊന്നും സംശയവുമില്ല. അപ്പൊ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്,
അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണെന്നറിയാം, ഈ ഗ്രന്ഥം സമ്പൂർണവും സമഗ്രവും കാലികവുമാണ് എന്നും അറിയാം. എന്നിട്ട് ഈ ഗ്രന്ഥവും കയ്യിൽ വെച്ച് ഇത് മതരാഷ്ട്രവാദമായി പോകുമോ എന്ന് പേടിച്ച് ഇതിലുള്ളതൊന്നും ജനങ്ങളോട് പറയാതെ പൂട്ടിവെച്ചും ഒളിപ്പിച്ചു വെച്ചും കൊണ്ട് മറ്റുള്ളവരുടെ പിന്നാലെ പോവുകയോ? ആണ് അള്ളാന്റെ ചോദ്യം. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ഇങ്ങനെ വസ്വാസ് പിടിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദല. അള്ളാഹുവിന്റെ വചനങ്ങൾ സത്യത്തോടും നീതിയോടും കൂടി പരിപൂർണമായിരിക്കുകയാണ്. സത്യവും നീതിയും ഇതല്ലേ നിങ്ങൾ ദാഹിച്ചു മോഹിച്ച് നടക്കുന്നത്? സത്യവും നീതിയുമാണ് പുലരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സത്യവും നീതിയും പുലരാൻ ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് സത്യവും നീതിയും പുലരാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഈ വഴി വിട്ടേച്ച് മറ്റു വഴികളുടെ പിന്നാലെ പോയി നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുലക്കരുത് എന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ്. وتمت كلمة ربك صدقا وعدلا لا تبديل لكلماته إنه هو السميع العليم. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഒരു ഭേദഗതിയുമില്ല. അത് കാലാധിവർത്തിയാണ്. അത് ദേശഭേദങ്ങൾക്കും കാലവ്യത്യാസങ്ങൾക്കും അതീതമാണ്. അതുകൊണ്ട് അത് നിലനിൽക്കും. അത് നിലനിർത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കതിന് കഴിയുമോ? നിങ്ങളതിന് സന്നദ്ധരാണോ? ഇത് മാത്രമേ പ്രശ്നമുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം പറയാൻ ഭൂമിയിലെ ഭൂരിപക്ഷത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. അതാണ് നമുക്ക് സംഭവിച്ചത്. ഭൂമിയിലെ ഭൂരിപക്ഷത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, അങ്ങനെ എല്ലാവരെയും അനുസരിക്കാനൊന്നും പറ്റൂല. അനുസരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായ ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. അത് തന്നെ ഒരു പ്രസംഗമായി പോകും എന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പഠിക്കണം നമ്മൾ അനുസരണം എന്ന് പറയുന്ന ഒരു നിലപാടിനെ പറ്റി. എന്നിട്ട് ഇവിടെ പറയാൻ ഭൂമിയിലെ മിക്കവരെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിച്ചു കളയും. എന്താ കാരണം എന്നറിയോ? അവർ ഊഹങ്ങളെയാണ് പിൻപറ്റുന്നത്. അവർക്ക് വിവരമില്ല. അവർക്ക് ഈ കണ്ടും കേട്ടും അറിഞ്ഞും മണത്തും തൊട്ടും, അതാണല്ലോ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. ഈ പഞ്ചേന്ദ്രിയത്തിന്റെ വഴിയിലൂടെയുള്ള അറിവേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ അറിവ് ശാസ്ത്രീയമല്ല. അവർ പറയും വലിയ ശാസ്ത്രം എന്നൊക്കെ, അതൊക്കെ വെറുതെ പറഞ്ഞാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ അറിയാൻ അതിന്റെ യഥാർത്ഥ അറിവിന്റെ ഉറവ അവരുടെ കയ്യിലില്ല. യഥാർത്ഥത്തിലുള്ള അറിവിന്റെ ഉറവ വഹയാണ്. വഹയ ആറാമത്തെ ഇന്ദ്രിയം. അതാണ് അറിവിന്റെ അന്തിമമായ ആധികാരികമായ ഉറവ. ആ ഉറവയിൽ നിന്നാണ് പ്രവാചകന് വിവരം ലഭിച്ചത്. അല്ലാതെ റസൂലുള്ള ഗവേഷണം നടത്തി കണ്ടെത്തിയതല്ല. അറിവിന്റെ ശരിയായ ഉറവിടം കൈവശമില്ലാത്തത് കൊണ്ട് അവർ ഊഹങ്ങളെയാണ് പിൻപറ്റുന്നത്. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പദ്ധതികൾ മെനഞ്ഞു, അവർ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി, അവർ ദർശനങ്ങളും രാഷ്ട്രമീമാംസകളും രൂപപ്പെടുത്തി, അവർ കലയെ പാകപ്പെടുത്തി, തത്വചിന്തയെ അവർ അതിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും വല്ലാത്ത വലിയ പെരുമ്പറകൾ അന്തരീക്ഷത്തിൽ മുഖരിതമായി. യഥാർത്ഥത്തിൽ ഇതൊക്കെയും ഉള്ളുപൊള്ളയാണ്. ശരിയായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ ആലോചനയിൽ ഇതിനെത്ര സമയം നമ്മൾ നൽകുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയെടുത്ത മാറ്റത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ആശയം, ജനാധിപത്യം എന്ന് പറയുന്ന സിദ്ധാന്തം, അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ മേൽ സ്വതന്ത്ര പരമാധികാരികളായി സ്വന്തം നിലക്ക് നിയമം കയ്യിലെടുത്ത് തോന്നിയതൊക്കെയും നിയമമാക്കിയപ്പോൾ ലോകത്തെന്ത് സംഭവിച്ചു? രാഷ്ട്രീയമായ രംഗത്ത് ഉച്ചനീചത്വങ്ങളും അധമത്വവും അശ്ലീലതകളും അധാർമികതകളും അതിൽ നിന്നൊരിക്കലും മോചനം നേടാൻ കഴിയാത്ത വിധം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി. അതാണ് ഇന്ന് സാമൂഹിക രംഗത്ത് സംഭവിച്ചത്. ജനാധിപത്യത്തിന്റെ വഴിതെറ്റിയ ഉപയോഗം. അതേസമയം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ റസൂലുള്ള ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്നു. ആ ജനാധിപത്യം ഈ മനുഷ്യന്റെ മേലുള്ള മനുഷ്യന്റെ സ്വതന്ത്രമായ പരമാധികാരമല്ല. ആ ജനാധിപത്യം ആളുകളെ പരിഗണിക്കുക എന്നുള്ളതാണ്, ആളുകളോട് ചൂടിയാലോചിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ദുർബലന്റെ വാക്കുകൾക്ക് പോലും അതിൻ്റെതായ സ്ഥാനവും പദവിയും പരിഗണനയും നൽകുക എന്നുള്ളതാണ്. ഇത് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നന്നായി പഠിപ്പിച്ചത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനാധിപത്യത്തിന്റെ അത്തരം തലങ്ങളോട് നമുക്ക് വിയോജിപ്പില്ല. അത് പാശ്ചാത്യന്മാര് നമ്മെ പഠിപ്പിച്ചതല്ല, അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതും പ്രവാചകന്മാരിലൂടെ നമുക്ക് കിട്ടിയതുമാണ്. ഭരണാധികാരിയെ കൂടിയാലോചിച്ച് തെരഞ്ഞെടുക്കണം. കൂടിയാലോചിച്ച് തെരഞ്ഞെടുത്ത ഭരണാധികാരി കൂടിയാലോചിച്ച് നാട് ഭരിക്കണം. തോന്നിയതുപോലെ ഭരിക്കരുത്. രാജ്യം തറവാട്ട് സ്വത്തായിട്ട് കൊണ്ടു നടക്കരുത്.
അതാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജനസമൂഹങ്ങൾക്ക് അധ്യാപനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ജനകീയ ജനാധിപത്യത്തിന്റെ, യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിന്റെ, യഥാർത്ഥ നീതിയുടെ, യഥാർത്ഥ സമത്വത്തിന്റെ. അതിന്റെ ചില കഥകൾ ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ അധ്യാപനങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ കുറെ കാലമായി ജനങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളും അറബ് രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ട് അവിടെ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വരുന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. തുർക്കിയിലെ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള, ടുണീഷ്യയിലെ അന്നഹ്ദ പോലെയുള്ള, അതുപോലെ തന്നെ ഈജിപ്തിലെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും അങ്ങനെയാണ്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ വിപ്ലവാനന്തര തെരഞ്ഞെടുപ്പുകളിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് മേൽക്കൈ കിട്ടി എന്ന് ചോദിച്ചാൽ ആ ജനസമൂഹത്തിന് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം പകർന്നു നൽകിയത്, ദീർഘകാലത്തെ നിശബ്ദ പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥ രാഷ്ട്രീയ വിദ്യാഭ്യാസം പകർന്നു നൽകിയത് ഇസ്ലാമിസ്റ്റുകളായിരുന്നു എന്നതാണ് അതിന്റെ കാരണം. അതാണ് അതിന്റെ കാരണം. വേറെ ഒരു കാരണവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ജനാധിപത്യത്തെ വേറെ ഒരു കോലത്തിൽ ഈ രാഷ്ട്രങ്ങളിലേക്ക് ഇറക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചിരുന്നു. ജനാധിപത്യത്തെ ഇങ്ങനെ കയറുമ കെട്ടിയിട്ട് ചൊറിയമ്പുഴു ഇറങ്ങുമല്ലോ, ഈ ചൊറിയമ്പുഴു എന്നാണോ അതിന് പറയില്ല, പലയിടത്തും പല പേരാണ്. ശരീരത്തിൽ നിറച്ച് തൊപ്പയുള്ള നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ നമുക്ക് ചൊറിയുന്ന പുഴു, ഈ പുഴു നൂലുമെന്നിറങ്ങണ മാതിരി ജനാധിപത്യം ഇറാഖിൽ ഇറങ്ങി. അമേരിക്ക അങ്ങനെ കൊണ്ടുപോയിട്ട് ഹെലികോപ്റ്റർ നിറക്കി കൊടുത്തതാണ് ജനാധിപത്യം. കുറെ കാലം നിങ്ങൾക്ക് ഏകാധിപത്യമാണ് വേണ്ടത്, ഏകാധിപതിയെ അവർ കൊണ്ടുപോയി ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നു. കുറെ കാലം ഏകാധിപതികളെ ഇറക്കിക്കൊടുത്ത് സംരക്ഷിച്ച് നിലനിർത്തിയിരുന്ന അവർ തന്നെ ഇനി ജനാധിപത്യമാണ് ഇറക്കാൻ പോകുന്നത്, ഇതാ പിടിച്ചോ. ജനാധിപത്യം നൂലിൽ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജനാധിപത്യം വേണ്ട, ഒന്നും പൊട്ടിയിരിക്കണ കുറെ. എത്ര ആളുകളാണ് ഈ അടുത്ത കാലത്ത് ഇറാഖിൽ മരിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവർ ജനാധിപത്യവും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ആ ജനാധിപത്യം, അമേരിക്ക കെട്ടിയിറക്കിയ ജനാധിപത്യം അറബ് ജനത സ്വീകരിച്ചില്ല. പഠിക്കേണ്ട പാഠങ്ങളാണത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിലുണ്ട്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണവും പഠനവും ആവശ്യമായ വിഷയങ്ങൾ അതിലുണ്ട്. അമേരിക്ക കെട്ടിയിറക്കിയ ജനാധിപത്യം അറബ് ജനത സ്വീകരിച്ചില്ല. പകരം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ കുറെ കാലമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ ജനാധിപത്യത്തിന്റെ ശരിയായ പാഠങ്ങൾ അവർ ഉൾക്കൊണ്ടു. എന്താ വ്യത്യാസം എന്നറിയോ രണ്ടും തമ്മിൽ? അമേരിക്ക കെട്ടിയിറക്കുന്ന ജനാധിപത്യത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും നീതിയുമില്ല. അമേരിക്കയുടെ തോന്നിയാസം മാത്രമേ ഉള്ളൂ. അതേസമയം ഇസ്ലാമിസ്റ്റുകൾ പഠിപ്പിച്ചിട്ടുള്ള ജനകീയ ജനാധിപത്യത്തിലോ അത് സമത്വത്തിലും നീതിയിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമാണ്. ആ ജനകീയ ജനാധിപത്യം താഴെ തട്ടിൽ നിന്ന് വികസിച്ച് മേലോട്ട് പോകുന്നതാണ്. മറ്റേ ജനാധിപത്യം മുകളിൽ നിന്ന് ഭരണാധികാരിയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന സ്വഭാവത്തിലുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ പാശ്ചാത്യന്മാരുടെ പതിവ് ഇടപെടലുകളുടെ രീതികളെ, രാഷ്ട്രീയ ഇടപെടലുകളുടെ രീതികളെപ്പാടെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനത പ്രതികരിച്ചു എന്നതാണ് അറബ് വസന്തത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു വസ്തുത. ഞാനിതിലേക്കൊക്കെ വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ആ പോയിന്റിൽ നിന്ന് തന്നെയാണ്. അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ സംവിധാനങ്ങൾക്ക് ചില മൗലികമായ പരിമിതികളുണ്ട്. അത് മനുഷ്യന്റെ മേൽ സ്വതന്ത്ര അധികാരമുള്ളവനാക്കി എന്നതാണ്. പ്രവാചകൻ പഠിപ്പിച്ച സ്വാതന്ത്ര്യം ഈ മനുഷ്യരുടെ സമത്വത്തിൽ ഉദ്ഘോഷിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഒരാളും ഒരാളുടെ മേലെയുമല്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്. പല സ്ഥലത്തും റസൂലുള്ള അങ്ങനെ പറഞ്ഞു. ഹജ്ജത്തുൽ വിദാഇൽ അത് ആവർത്തിച്ചു. അറബിക്ക് അനറബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ, അടിമക്ക് ഉടമയേക്കാൾ ഒരു വ്യത്യാസവുമില്ല. വളരെ വിസ്തരിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞത്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നാഥന് നിങ്ങൾ കീഴ്പ്പെടുക. വേറെ ഒരാൾക്കും ഒരു കീഴ്പ്പെടലുമില്ല. അല്ലാമാ ഇഖ്ബാൽ പണ്ട് പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചനാഥന് കീഴ്പ്പെടണം എന്ന് പറയുമ്പോ ഭാരമായിട്ട് കാണുന്നവരെ നിങ്ങൾ ചിന്തിക്കണം. എന്ത്? ഏക്ക് സജദ ജിസേ തു ഗിരാൻ സമച്താ ഹേ ഹസാറോം സജദേ സദേ താഹെ തുജിക്കോ നജാത്ത്. ഈ ഒരു സുജൂദ്, അതായത് പ്രപഞ്ചനാഥന്റെ മുമ്പിൽ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു താളലയം അങ്ങനെയാണുള്ളത്. പ്രപഞ്ചത്തിന്റെ താളലയം, പ്രപഞ്ചനാഥന്റെ നിയമങ്ങളുടെ മുമ്പിൽ പ്രപഞ്ചം പരിപൂർണമായിട്ട് കീഴടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആകാശലോകത്തൊരു വ്യവസ്ഥയുണ്ടായത്. അല്ലെങ്കിൽ ഓരോ ഗോളങ്ങളും നമ്മളെ ഇവിടുത്തെ മന്ത്രിമാരുടെ കാറ് പോണ മാതിരിയാണ് പോയിരുന്നതെങ്കിൽ ഒരു നിമിഷം, ഒരു ദിവസം ഈ ഭൂമി ലോകം നിലനിൽക്കില്ല, ഈ വാനലോകം നിലനിൽക്കില്ല, ഈ ചക്രവാളം നിങ്ങൾ കാണൂല, ഒരു മനുഷ്യനും ഒരു ജീവനും ഒരു സാധനവും ഇവിടെ നിലനിൽക്കില്ല. പക്ഷെ വളരെ ശാന്തഗംഭീരമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ നമ്മെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആ മനോഹരമായ നക്ഷത്രങ്ങൾ എത്രയോ ദൂരെയാണ്. ചില ശാസ്ത്രജ്ഞന്മാർ ഇത്ര വരെ പറഞ്ഞു, ഇന്ന് വെളിച്ചം കാണുന്ന പലതിന്റെയും പിന്നിൽ ഗോളങ്ങളില്ലത്രേ. ഇതെന്നോ പുറപ്പെട്ടതാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതിനു മുമ്പേ ആ ഗോളം നശിച്ചുപോയി. അത്രമാത്രം ഗഹന ഗംഭീരമായ, നമ്മുടെ ഈ പരിമിതമായ ചിന്തയിൽ ഭാവനയിൽ കാണാൻ കഴിയാത്ത അത്രമാത്രം ഗഹന ഗംഭീരമായ ആകാശഗംഗ, മിൽക്കി വേകൾ, താരകുടുംബങ്ങൾ, സൗരയൂഥങ്ങൾ, ആടിയുലഞ്ഞ് നീന്തിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗ്രഹോപഗ്രഹങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ ഭീകരമാണ് കാര്യം. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. അത് വെച്ചിട്ട് നമുക്ക് കലണ്ടർ ഉണ്ടാക്കാൻ പറ്റുന്നു. 2012 കലണ്ടർ മാത്രമല്ല, 2022 കലണ്ടറും, അങ്ങനെ ഫുട്ബോൾ. അത് മാത്രമല്ല, അതിനപ്പുറത്തേക്കും കലണ്ടറുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഞാനിതൊക്കെ പറയുന്നത് ആകാശത്തെ പറ്റി പറയാനാണ്, ആകാശത്തിന്റെ വ്യവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനാണ്. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹ്, അല്ലാഹു പറയുന്നു, വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹും വഫിൽ അർളി ഇലാഹ്. ആകാശത്തിലെ ഇലാഹ് അവനാണ്. ആകാശത്തിലെ ഇലാഹ് അവനാന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒളു ഉണ്ടാക്കി നിന്നിട്ട് പടച്ചോന്റെ മുമ്പിൽ 2 സുജൂദും ചെയ്തു എന്നാണോ? ഖുർആൻ സൂര്യനും ചന്ദ്രനും ഒക്കെ സുജൂദ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആലങ്കാരികമായിട്ട് ഇങ്ങനെ ഈ നമ്മൾ പറയുന്ന ഭാഷാർത്ഥത്തിലുള്ള സുജൂദല്ല. അവിടെ ആകാശലോകത്ത് അല്ലാഹുവാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കുന്നവനായിട്ട് ഒരുത്തനേ ഉള്ളൂ, അത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അതാണ്, അവൻ ചെയ്യുന്നത് ആരും ചോദിക്കുകയില്ല, അവൻ എല്ലാവരെയും ചോദ്യം ചെയ്യും. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല, അള്ളാഹു ചോദ്യം ചെയ്യും മറ്റുള്ളവരെ. അത്രമാത്രമാണ്. ഇതാണ് ആകാശത്തിന്റെ വ്യവസ്ഥ. ആ വ്യവസ്ഥക്ക് പരിപൂർണമായും വിധേയമാണ് ആകാശ ലോകത്തിലെ സകല സൃഷ്ടികളും. അതുകൊണ്ട് വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹും വഫിൽ അർളി ഇലാഹ്, ആകാശത്തിലെ ഇലാഹ് അവനായതുകൊണ്ട്, അല്ലെങ്കിൽ അവനായതുപോലെ ഈ ഭൂമിയിലെയും ഇലാഹ് അവനാകണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലകളിൽ പരിപൂർണമായിട്ടും ഈ പ്രപഞ്ചനാഥന്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകരുത്. ഇത് മതം, അത്രയും മേഖലയിൽ അള്ളാന്റെ ഇഷ്ടം. അത് രാഷ്ട്രീയം, അവിടെ ഞങ്ങളുടെ ഇഷ്ടം. ഇത് എവിടുന്ന് കിട്ടിയതാ? അള്ളാന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 23 കൊല്ലക്കാലമാണ് ഇസ്ലാമിക പ്രബോധനവുമായിട്ട് എഴുന്നേറ്റ് നിന്നത്. 23 കൊല്ലക്കാലത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ മക്കയും മദീനയും അടങ്ങുന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. എങ്ങനെ സംഭവിച്ചു? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തിനാണ് ഈ പ്രവാചകനെ നിയോഗിച്ചത്. സത്യദീനും സന്മാർഗ സന്ദേശവും നൽകിക്കൊണ്ട് ഈ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് ലിയുഹിറഹു അലദ്ദീനി കുല്ലിഹി, ഈ ദീൻ എല്ലാ ദീനുകളുടെയും മേലെ വരാൻ. ഇതിനൊരു മിനിമം പരിപാടിയുമായിട്ട്, അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ മിനിമം പരിപാടിയുടെ കാലാണ്, ഇതിനിങ്ങനെ ഒരു മിനിമം പരിപാടിയുമായിട്ട് ഒതുങ്ങിക്കൂടാൻ കഴിയില്ല. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത. ഈ ദീന് വന്നാൽ, ഈ ദീനിനെ ജനം സ്വീകരിച്ചാൽ, ഈ ദീനിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചാൽ ഈ ദീൻ എല്ലാ കാര്യങ്ങളുടെയും മേലെ വരും. അതാണ് അറേബ്യയിൽ നിങ്ങൾ കഴിഞ്ഞത്. അതാണ് അറേബ്യയിലെ അത്ഭുതങ്ങളുടെ കാരണം. വിഭജനങ്ങളും വിവേചനങ്ങളും ഇല്ലാതെ ജീവിതത്തെ ഈ ദീനിന് നൽകാൻ ആ ജനത സന്നദ്ധമായപ്പോ സംഭവിച്ച അത്ഭുതം. നമ്മൾ ഈ ദീനും കൊണ്ട് കെട്ടിമറിയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഒരു പ്രതിഫലനവും ഒരു അത്ഭുതവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ഈ നമ്മുടെ മതരാഷ്ട്ര വിഭജനമാണ് അതിന്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളയെ നിങ്ങൾക്ക് വിഭജിക്കാൻ പറ്റുമോ? റസൂലുള്ളയെ വിഭജിക്കാൻ പറ്റുമോ? ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെയും പറയുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രവാചകനെ ഉൾക്കൊണ്ടതുപോലെയാണോ പ്രയോഗതലത്തിൽ ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളത്? ഞാൻ പറയാം ഒരു ഉദാഹരണം. എല്ലാവരുടെ കയ്യിലും പേപ്പർ നൽകി, പേപ്പറിന്റെ നടുവിലൊരു വര വരച്ചിട്ട് 2 തലവാചകങ്ങൾ 2 സൈഡിലും എഴുതിയിട്ടുണ്ട്. മിനി ഒരു സർവേ, പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ. ഇപ്പൊ ചില വർക്കിംഗ് അല്ലെ ഈ പുതിയ പ്രസന്റേഷൻ സ്റ്റൈലിലുള്ള വർക്ക്ഷോപ്പുകളിലൊക്കെ ആളുകളുടെ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണല്ലോ ക്ലാസ്, നമുക്കും അങ്ങനെ ആക്കാം എന്ന മട്ടിൽ നിങ്ങളുടെ കയ്യിൽ കടലാസുകൾ എല്ലാവർക്കും തരാനില്ലാത്തതുകൊണ്ട് സങ്കല്പിക്കണം എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് നടുവിലൂടെ ഒരു വര വരച്ചിട്ട് 2 ഭാഗത്തും 2 ശീർഷകങ്ങൾ. ഒരു ഭാഗത്ത് മത നേതാക്കന്മാർ, അതാണ് മത നേതാക്കന്മാർ. മുസ്ലിം സമുദായത്തിലെ മത നേതാക്കന്മാരല്ല, ലോക ചരിത്രത്തിൽ നിങ്ങൾക്കറിയാവുന്നിടത്തോളം മത നേതാക്കന്മാർ. വിവരം പരിശോധിക്കുകയാണ്, ജനറൽ നോളജ്. 2ാമത്തെ കോളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ. ഇത് 2 അല്ലേ ലോകത്തുള്ളൂ, നമുക്ക് അങ്ങനെ പരിചയമുള്ളത്. അതല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിവാദത്തിന്റെ ഇടയിൽ പറഞ്ഞു,
പിണറായിയെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടണ്ട, മതത്തിൽ ഇടപെട്ട അപ്പ പ്രശ്നം ഉണ്ടാവുന്നു എന്ന മട്ടിൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ഇത് വേറെ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയണ്ട, ഞങ്ങൾ അതിനെക്കുറിച്ചും പറയുന്നില്ല, നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഇങ്ങനെ ഒത്തൊരുമയിൽ പോയിക്കൂടെ എന്ന് ചോദിക്കാൻ മാത്രം അഭിപ്രായം പറയാൻ പോലും അവകാശമില്ലാത്ത വിധം അന്യമാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. ആലോചിച്ച് നോക്കിയിട്ടില്ലേ? അതായത് അഭിപ്രായ പ്രകടനം നടത്താൻ പോലും പ്രാഥമിക അർഹത പോലും ഇല്ലാത്ത വിധം ഇത് വേറൊരു ലോകമാണ്, നിങ്ങളുടേത് വേറൊരു ലോകം. അങ്ങനല്ലേ നമ്മൾ സിദ്ധാന്തിക്കുന്നത്? ആ സിദ്ധാന്തമാണല്ലോ നമ്മളെ ഇവർ പഠിപ്പിച്ചത്, ആ സിദ്ധാന്തമാണല്ലോ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ആ സിദ്ധാന്തം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ സർവേ. മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരുടെ കയ്യിലും കടലാസ് കിട്ടി. സ്വന്തമായിട്ട് പേനയുള്ളവർക്ക് അത് എടുത്തെഴുതാം, ഇല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് എഴുതാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മൾ എഴുതാൻ തുടങ്ങുകയാണ്. 1, 2, 3, 4 താഴോട്ട് ക്രമത്തിൽ നമ്പറിട്ട്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരൊക്കെ പേര് എവിടൊക്കെ എഴുതും? ഗുരുനാനാക്ക്, ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, ഇങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് ചരിത്രത്തിൽ നമുക്കറിയാവുന്ന സുവിശേഷകന്മാർ, അപ്പോസ്തലന്മാർ, മുനിമാർ, ഋഷിമാർ, സന്യാസിവര്യന്മാർ, ഒരുപാട് പേര് എഴുതാണ്ടാവും. കുറെ പ്രവാചകന്മാരുടെ പേരും വിവരം ആലോചിച്ചിട്ടോ ഇല്ലാതെയൊക്കെ നമുക്ക് മോസസ്, ജീസസ്, ഡേവിഡ് അങ്ങനെ നമ്മൾ എഴുതി. അപ്പുറത്തെ കോളത്തിലേക്ക് നമ്മൾ പോയി. കാർത്തേജിലെ ഹാനിബാൽ, റോമിലെ സീസർ, മാസിഡോണിയയിലെ അലക്സാണ്ടർ, യൂറോപ്പിലെ നെപ്പോളിയൻ, ജോർജ് വാഷിംഗ്ടൺ, അബ്രഹാം ലിങ്കൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരെഴുതി. റസൂലുള്ളാഹിന്റെ പേരെഴുതണ്ടേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നിങ്ങൾ എവിടെ എഴുതും? ആണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ കോളത്തിൽ എഴുതാൻ പറ്റുമോ? ഒന്നാമത്തെ കോളത്തിൽ റസൂലുള്ളാഹിയുടെ പേരെഴുതുമ്പോ എന്ന് പറഞ്ഞാൽ മത നേതാക്കന്മാരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെഴുതുമ്പോ ഇഹലോകവാസം വെടിയുന്നതിന്റെ മുമ്പ് മക്കയും മദീനയും അടങ്ങുന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന യാഥാർത്ഥ്യം നിങ്ങളെ നോക്കി പല്ലിളിക്കും. നിങ്ങൾക്ക് ഒരൽപ്പം മനസാക്ഷിയുണ്ടെങ്കിൽ റസൂലുള്ളാഹിയെ ഒന്നാമത്തെ കോളത്തിൽ എഴുതാൻ കഴിയില്ല. എന്നാ പിന്നെ പോട്ടെ, അവിടെ എഴുതണ്ട. രണ്ടാമത്തെ കോളം രാഷ്ട്രീയ നേതാക്കന്മാർ, ജേതാക്കന്മാർ, വിധികർത്താക്കൾ, ഭരണാധികാരികൾ, അവിടെ പറ്റുമോ? അതിലും റസൂലുള്ളാഹിയുടെ കാര്യം ഒതുങ്ങി നിൽക്കില്ല. കാരണം അവിടെ റസൂലുള്ള മദീനയും മക്കയും അടങ്ങുന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്ന നിലക്ക് ആ കോളത്തിൽ നമുക്ക് റസൂലുള്ളാഹിയുടെ പേരെഴുതാമെന്ന് ചിന്തിക്കുമ്പോ പരലോകത്തെക്കുറിച്ചുള്ള പ്രവാചകന്റെ അധ്യാപനങ്ങൾ നിങ്ങളുടെ മനോമുഗ്രങ്ങളിൽ അങ്കുരിക്കും. പരലോകമുണ്ടോ ഇവർക്കൊക്കെ? ഈ രാഷ്ട്രീയക്കാർക്ക് എന്ത് പരലോകം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ആത്മീയ വിജ്ഞാനീയങ്ങളുടെ ആഴം വളരെ ശക്തമല്ലേ? അപ്പൊ അത് നടക്കില്ല. എവിടെ എഴുതും? എന്തുകൊണ്ട് നമ്മുടെ കൃത്രിമ വിഭജനങ്ങളുടെ കോളത്തിൽ ഈ പ്രവാചകനെ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ പോയി? അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി നമ്മളുടെ വഴിയും റസൂലുള്ളാഹിയുടെ വഴിയും തമ്മിൽ എവിടെയോ വെച്ച് പിരിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് പ്രവാചക ദൗത്യത്തിന്റെ കാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എങ്ങനെയാണ് വരുന്നത് എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തോന്നൂല. മുഹമ്മദുൻ ദിക്റുഹു റൂഹുല്ലി അംഫുസിനാ മുഹമ്മദുൻ ദിക്റുഹു ഫർളുൻ അലൽ ഉമമി. മുഹമ്മദിയ വളരെ മനോഹരമായിട്ട് മുഹമ്മദ് നബിയെ വർണ്ണിച്ചുകൊണ്ട് കവികൾ പാടിയിട്ടുണ്ട്. അപ്പൊ പറയുന്നുണ്ട് മുഹമ്മദുൻ ഹാക്കിമുൻ ബിൽ അദ്ലി ദു ഷറഫിൻ. മുഹമ്മദ് ഒരു ഭരണാധികാരിയാണ്, വളരെ അന്തസ്സോടുകൂടി രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരേ നിലക്ക് നമ്മുടെ ആത്മീയ വേദാന്തങ്ങളുടെ ഉറവിടമായ പ്രവാചകൻ, മറുവശത്ത് നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ പ്രഭവസ്ഥാനമായ വിമോചകൻ. ഈ രണ്ടും പ്രവാചകനിലുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു ആത്മീയ വിപ്ലവം, അല്ലെങ്കിൽ ആത്മീയതയിൽ ഒരു രാഷ്ട്രീയ കലാപം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ചുള്ള പരമ്പരാഗത വിഭജനത്തിൽ ഈ റസൂലുള്ളാഹിയെ നിങ്ങൾക്ക് ഒതുക്കി നിർത്താനാവില്ല. അങ്ങനെ പ്രവാചകനെ കാണാൻ, അങ്ങനെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാൻ, ആ മഹാവിശാലതയോടെ നമ്മുടെ മാനസിക ഘടനയെ പുനർനിർമ്മിക്കുവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ ഒരു വിപ്ലവം രൂപപ്പെടും. അങ്ങനെയാണ് അറബ് രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടായത്. ആ വിപ്ലവത്തെ പറ്റിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഏകാധിപതികളുടെ നീണ്ടകാലത്തെ ഭരണത്തിന് ശേഷം ശ്വാസം വിടാൻ ഒരൽപ്പം സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ രാഷ്ട്രീയവും മതവും കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ലോകം ഭയപ്പെടുന്ന ഇസ്ലാം, അതേസമയം ലോകം ദാഹിക്കുന്ന ഇസ്ലാം, അത് മേൽക്കൈ നേടിയത്. ഇത് നമ്മൾ പഠിക്കണം. വിമോചനത്തെക്കുറിച്ച് അവിടെ ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ പാശ്ചാത്യൻ സങ്കല്പങ്ങളോട് നമ്മൾ വിയോജിച്ചിട്ടുള്ളത്. അവിടെ നിന്നുകൊണ്ടാണ് സമത്വത്തെക്കുറിച്ചുള്ള കൃത്രിമമായ അവകാശവാദങ്ങൾ ഒരിക്കലും തന്നെ പുലരുകയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
അവിടെ നിന്നാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ ചർച്ച ആരംഭിച്ച ആ പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുന്നത്. വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും കിട്ടിയത് കൊണ്ട് മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അത് തന്നെ തരാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇനി അത് കിട്ടിയെന്ന് വെക്ക്, എന്നാ തീരുവോ? ഒരിക്കലും തീരില്ല. രാഷ്ട്രീയ വിപ്ലവത്തോടൊപ്പം ആത്മീയമായ ഒരു മാനവും മനുഷ്യനുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന് സമാധാനം വേണം. മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ട് കൃത്രിമ സമാധാനത്തിന്റെ വിലയാണ് മയക്കുമരുന്നുകളുടെ വില. ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സ്വർണ്ണമൊന്നുമല്ല. അതിനേക്കാളൊക്കെ കോടിക്കണക്കിന് കിലോക്ക് കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങളുടെ മയക്കുമരുന്നുകളുടെ ഇനത്തിലുണ്ട്. അത് മനുഷ്യന്റെ ഈ സാമാന്യ ബുദ്ധിയെ ഒരല്പസമയം തളർത്തിക്കടത്തിയിട്ട് കൃത്രിമ സമാധാനം നൽകുന്ന സാധനത്തിന്റെ വിലയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള മനസമാധാനത്തിന്റെ വഴി കൈവിട്ടത് കൊണ്ട് കൃത്രിമ സമാധാനത്തിന് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന വില എത്ര എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അതുകൊണ്ട് രാഷ്ട്രീയ വിപ്ലവം മാത്രമല്ല, അത് മനസ്സിലാക്കണം. റസൂലുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ വിമോചനം, പരസ്പരം ചേരാത്ത ഒരു മതത്തിന്റെ ലേബിളിലുള്ള ഒരു രാഷ്ട്രീയ വിപ്ലവമല്ല. അതൊരു സമഗ്രമായ ജീവിത കാഴ്ചപ്പാടാണ്. അവിടെ മതം രാഷ്ട്രീയം എന്ന വിഭജനത്തിന് പ്രസക്തിയില്ല. അവിടെ മനുഷ്യൻ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ന പോലെ ഞാൻ എന്റെ സാമൂഹിക ജീവിതത്തിലും അവന്റെ അടിമയാണ്. ഞാൻ എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ന പോലെ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അവന്റെ അടിമയാണ്. അവന്റെ അടിമത്വത്തിൽ നിന്ന് വിമോചനം നേടിയ ഒരു നിമിഷവും എന്റെ ജീവിതത്തിലില്ല. ഇതാണ് ഇസ്ലാമിക ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മർമ്മം. അവിടെയാണ് റസൂലുള്ളാഹിയുടെ വിപ്ലവം. അതാണ് അവിടെ നിന്ന് വന്നിട്ട് ലോകത്തോട് പറഞ്ഞത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അങ്ങനെ പറഞ്ഞല്ലോ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. എന്നിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളംബരം ചെയ്യ്, നിങ്ങൾ വിജയിക്കും. എന്നിട്ട് ആ വിജയത്തിന് അവിടെ നിന്ന് രണ്ട് വശവും നമ്മുടെ മുമ്പിൽ പറഞ്ഞു വന്നു. ഒന്ന്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച സ്വർഗത്തിൽ പ്രവേശിക്കും. അതൊരു ആത്മീയ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെയുള്ള ആത്മീയ വിപ്ലവത്തെ പറ്റി. ദിക്റില്ല സ്വർഗം കിട്ടുന്നല്ല അതിന്റെ അർത്ഥം. ദിക്ർ ചെല്ലേണ്ടതുപോലെ ചെല്ലണം. തൊണ്ടക്ക് താഴോട്ട് പോകാത്ത ദിക്റുണ്ടല്ലോ, ആ ദിക്ർ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ദിക്ർ എന്ന് പറയുന്നതിനെ അള്ളാഹു ഫിക്റുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. അങ്ങനെയാണ് അള്ളാഹ് ദിക്റിനെ പറ്റി പറഞ്ഞത്. അതായത് ഈ ദിക്ർ എന്ന് പറയുന്നത് ചിന്തയോടുകൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്, മനസാന്നിധ്യത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ സുഹൃത്തിന്റെ കുറച്ച് പ്രായമുള്ളൊരു ഉമ്മ ഒരു കസേരയിൽ ഇരുന്നിട്ട് കയ്യിൽ തസ്ബീഹിമാലയുണ്ട്, അപ്പുറത്ത് TV കാണുന്നുണ്ട്. ദിക്റായി. ഇത്ര പണിയുള്ളൂ ദിക്റിന്. അങ്ങനെ എണ്ണം നോക്കാണ്. എണ്ണം നോക്കാനുള്ള യന്ത്രമൊക്കെ ഉണ്ട് പല കോലത്തിലും. ഇപ്പോൾ എല്ലാത്തിനും യന്ത്രം ഉള്ളതുകൊണ്ട് എണ്ണം നോക്കാനുണ്ട് യന്ത്രം. പണ്ട് കപ്പലിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, കപ്പലിൽ സിമെന്റിൻ ചാക്ക് കയറ്റുമ്പോൾ അതിന്റെ എണ്ണ എടുക്കാനുള്ളത് ആദ്യം ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നതെന്ന്. ഇപ്പൊ ഇത് ദിക്റെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ആരെ ബോധ്യപ്പെടുത്താനാ ഈ ദിക്ർ? അങ്ങനെ എണ്ണം പിടിച്ചിട്ട് കണക്ക് കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്റെ കമ്മീഷൻ പറ്റണ സ്വഭാവത്തിലുള്ള ദിക്റുണ്ടല്ലോ, ആ ദിക്ർ കൊണ്ടൊന്നൊരു പ്രയോജനമില്ല. ഇവിടെ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദഖലൽ ജന്ന എന്ന് പറഞ്ഞ ദിക്ർ, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അല്ലാഹുവിനെ കുറിച്ച് നിന്നും ഇരുന്നും കിടന്നും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ചിന്തയുടെ പ്രത്യേകത? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ആകാശലോകത്തിന്റെ നാഥനെ പറ്റി അവരങ്ങനെ, ആകാശലോകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി യഥാർത്ഥത്തിൽ നമുക്ക് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അള്ളാഹ് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ദിക്റുകാർ ആകാശം തന്നെ ഉണ്ടോ എന്ന് ചിന്തിക്കാത്തവരാണ്. നമുക്ക് പരിചയം ആകാശത്തെക്കുറിച്ച് അറിയുന്നവരോ ദിക്റിന്റെ മേഖലയെ തന്നെ സ്പർശിക്കാത്തവരാണ്. ഇങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ? അള്ളാഹ് പറയുന്നു അങ്ങനെയല്ല, ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. അപ്പൊ ആ ചിന്തയിൽ ഒരു വിപ്ലവം. രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പരലോകത്തെക്കുറിച്ച് പറയുന്ന, അങ്ങനെയാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും വസനൂഹും യഖ്സിറൂൻ അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം. അല്ലേ, ആലോചിച്ച് നോക്കിയിട്ടില്ലേ? എത്ര വളരെ ഗൗരവപ്പെട്ടതാണ് അതൊക്കെ. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം നടത്തുന്നവനാണ് ഈ പറയുന്നത്. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം നടത്തുന്നവരെ വിമർശിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? അവരാളുകളിൽ നിന്ന് അളന്നു തൂക്കുമ്പോൾ കുറവ്, അളന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർത്തീകരിച്ചു വാങ്ങുന്നു, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറവ് വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം വരുത്തുന്നവനാണ് നാശം. പക്ഷേ ആ ചർച്ച കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പൊ എവിടെത്തി? അളവിലും തൂക്കത്തിലും കൃത്രിമത്വം വരുത്തുക എന്ന ഒരു സാമൂഹിക പ്രശ്നത്തെ വളരെ പെട്ടെന്ന് അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, പുനർജനിക്കപ്പെടില്ല എന്നാണോ ഇവർ കരുതുന്നത്? പരലോകവുമായിട്ട് ബന്ധപ്പെടുത്തി.
പ്രവാചകൻ സാധിച്ച വിപ്ലവത്തിന്റെ അടിസ്ഥാനപരമായ കിടപ്പെങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സാമൂഹ്യ പ്രശ്നത്തിന്റെ വഴിക്ക്, ആത്മീയതയുടെ വഴിക്ക്, രാഷ്ട്രീയ വിപ്ലവത്തിന്റെ വഴിക്ക്, ഇതല്ല പ്രവാചകന്റെ വിപ്ലവങ്ങളുടെ, പ്രവാചക സന്ദേശത്തിന്റെ സ്വഭാവം. ഇതെല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ്. കച്ചവടത്തെ കുറിച്ച് പറയുമ്പോഴാണ്, സ്ത്രീയെ കുറിച്ച് പറഞ്ഞു നേരത്തെ, പെൺകുട്ടിയെ കൊന്നതിന്റെ കഥ പറഞ്ഞു ഇവിടെ. ക്രൂരനായ ഒരു മനുഷ്യൻ, അയാളുടെ ആ കാലഘട്ടത്തിലെ വിവരക്കേട് കൊണ്ട് അയാൾ ചെയ്ത ഒരു മനുഷ്യത്വരഹിതമായ ക്രൂരതയുടെ ഒരു പച്ചയായ അവതരണം. ഇതൽ മൗഊദത്ത് സുഇലത്, അത് ചോദ്യം ചെയ്യപ്പെടുന്ന പറയണത്. സ്ത്രീയെ, പെൺകുട്ടികളെ ജീവനോടെ കൊല്ലുന്ന ക്രൂരമായ ഒരു കാട്ടാളത്വത്തെ പറ്റി അപ്പൊ ബന്ധപ്പെടുത്തുന്നു ഉടനെ പരലോകവുമായിട്ട്. ഇതാണ് ഇസ്ലാമിന്റെ ശൈലി. അങ്ങനെയാണ് ഇസ്ലാം രാഷ്ട്രീയത്തിൽ ഒരു ആത്മീയ കലാപം സാധിച്ചത്. ഈ ഇസ്ലാമിനെ ഇങ്ങനെ ഉൾക്കൊള്ളുന്നതിന് പകരം ഒക്കെ വേറെ വേറെയായ കമ്പാർട്ട്മെന്റുകളായിട്ട് മനസ്സിലാക്കിയാൽ ഒരു കമ്പാർട്ട്മെന്റിലും നിങ്ങൾക്ക് ആളെ കയറ്റാൻ കഴിയില്ല. ഒരു കമ്പാർട്ട്മെന്റിൽ കയറിയ ആളും അതിന്റെ ഒരു മാധുര്യവും ആസ്വദിക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് നമ്മളുടെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ പരിമിതി എന്ന് ഞാൻ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കും. ആ ചർച്ച അങ്ങനെ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വേറൊരു വിഷയമായി പോകും. ഞാൻ എന്റെ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമത്വം, സ്വാതന്ത്ര്യം, നീതി, ഈ 3 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു മാനവ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പുതിയ വിപ്ലവത്തിന്റെ ഒരു മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ നിരക്ഷരരായ ആ ജനതയുടെ മുമ്പിൽ. ആ മോഡലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിന് ഈ ആധുനിക കാലഘട്ടത്തിലും പ്രസക്തിയുണ്ട് എന്ന്. എങ്ങനെ പ്രസക്തി ഉണ്ടാകുന്നു എന്നതിന്റെ ചെറിയ ഒരു വിശകലനമാണ് ഇവിടെ ഞാൻ നടത്തിയത്. പ്രവാചകനെ കൈവിട്ടും പ്രവാചക അധ്യാപനങ്ങളെ വെല്ലുവിളിച്ചും ഭൗതികവാദികൾ സ്വന്തം നിലക്ക് മെനഞ്ഞെടുത്ത സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോയ ജനസമൂഹങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടാനായോ? രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേടാനായോ? സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേടാനായോ? സമാധാനപരമായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ അവർക്കായോ? ഒരു മേഖലയിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ അധ്യാപനങ്ങൾക്ക് ഈ കാലഘട്ടത്തിലും പ്രസക്തിയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അത് നമുക്ക് എത്ര സംഭവങ്ങളും ധരിച്ചും സ്ഥാപിക്കാവുന്നതാണ്. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയാൽ നമ്മുടെ സമയത്തിന്റെ മുഖ്യഭാഗവും അതിൽ ആ ഒരൊറ്റ പോയിന്റിലായി പോകും എന്നതുകൊണ്ട് ഞാൻ അതിന്റെ അധികം വിശദീകരിച്ചുള്ള ഒരു അവതരണത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വെച്ച ഈ വശത്തെക്കുറിച്ച്, അതായത് വിഭജനങ്ങളില്ലാതെ പ്രപഞ്ചനാഥന് വഴിപ്പെടുക, അതാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിലേക്കാണ് പ്രവാചകന്മാർ മനുഷ്യരെ ക്ഷണിച്ചത്. അത് ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വിഭജനവുമില്ലാതെ അള്ളാഹുവിന് മനുഷ്യൻ വഴിപ്പെടണം. എന്താണ് അതിന്റെ ന്യായം? അതാണ് നേരത്തെ പറഞ്ഞത്. ആകാശലോകം മുഴുക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണല്ലോ. ആകാശലോകം മുഴുക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ടൊരു താളലയം ഉണ്ടായതുപോലെ മനുഷ്യർ പരിപൂർണമായും പ്രപഞ്ചനാഥന് വഴിപ്പെട്ടാൽ ഭൂമിയിലും ഒരു താളലയം ഉണ്ടാകും. മുസ്ലിങ്ങൾ വഴിപ്പെട്ടാ പോരാ. റസൂലുള്ള മുസ്ലിങ്ങളിലേക്ക് വന്നവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതോ അല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു മുടിയുടെ വിഷയത്തിൽ വിവാദം നടക്കുമ്പോൾ ആ വിവാദത്തിന്റെ പേരിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനോട് നിങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട, നിങ്ങൾ മാത്രമല്ല മറ്റു മതസ്ഥരും പറയണ്ട എന്ന് പറയുമ്പോ അത്ര തറവാട്ട് സ്വത്താണോ? അത്ര സ്വകാര്യമാക്കാൻ പറ്റിയ ഒരു തറവാട്ട് സ്വത്താണോ ഈ റസൂലുള്ള? മുടി റസൂലുള്ളാഹിന്റെ തന്നെ ഒന്ന് വെക്കാൻ. റസൂലുള്ളാഹിയെ പറ്റി ഖുർആൻ എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, എല്ലാ മനുഷ്യരിലേക്കും ബഷീറൻ വനദീറൻ, എല്ലാ മനുഷ്യരിലേക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും, എല്ലാ മനുഷ്യരിലേക്കുമാണ് റസൂൽ. അതൊന്നും പറഞ്ഞാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പ്രയോഗങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനല്ലേ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത്? വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം അതാണ്. ബിസ്മി കഴിച്ചാൽ തൊട്ടടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ പറഞ്ഞ് കുറെ താഴെത്തുമ്പോഴാണ് റബ്ബിന്നാസും മലിക്കിന്നാസും ഒക്കെ ആവുന്നത്. റബ്ബിൽ ആലമീൻ അവിടെയാണ് ഉള്ളത്. ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു, ലോകത്തിലുള്ള എല്ലാത്തിന്റെയും സകല ചരാചരങ്ങളുടെയും ചലിക്കുന്നതും ചലിക്കാത്തതുമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളുടെയും റബ്ബ്. അതാണ് അള്ളാഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള 1-ാമത്തെ പരിചയപ്പെടുത്തൽ. അങ്ങനെ ആ ഖുർആൻ നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ പരിചയപ്പെടുത്തപ്പെടാനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ ഉപവിശദീകരണങ്ങളും ഉപഘടകങ്ങളുമാണ് പിന്നെ വന്നിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും. അപ്പൊ റബ്ബുൽ ആലമീൻ, റസൂലുള്ളാഹിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ ലോകാനുഗ്രഹിയാണ് റസൂൽ. ലോകാനുഗ്രഹി എന്ന് പറയുമ്പോ കാഫത്തൽ ലിന്നാസ് എന്ന് പറയുന്ന അത്ര പോലും അല്ല, അതിനപ്പുറമുണ്ട്. നിർജീവമായ ഉഹദ് മലയാ, നിർജീവമായ ഉഹദ് മലയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ മലയെ നമ്മൾ സ്നേഹിക്കുന്നു, ഉഹദ് മല നമ്മെയും.
ആവാസ വ്യവസ്ഥയോടുള്ള സ്നേഹം, നിർജീവ വസ്തുക്കളോടുള്ള സ്നേഹം, പക്ഷി മൃഗാദികളോടുള്ള സ്നേഹം, ദുർബല ജനവിഭാഗങ്ങളോടുള്ള സ്നേഹം, എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹം, സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവാചകന്റെ ആ പ്രാപഞ്ചിക വീക്ഷണം അത് വളരെ വലുതാണ്. എന്നിട്ട് ആ റസൂലുള്ളാന്റെ ഒരു മുടി ചുളിവിൽ ഒപ്പിച്ചെടുത്തിട്ട് അതെന്നെയാണെന്ന് വെക്കുക. ഞാൻ വാദത്തിന് വേണ്ടിയിട്ട് സമ്മതിക്കണം. എന്നാൽ പോലും അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട പരിചയപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകനെ പറ്റി ആർക്കും പറയാനും പഠിക്കാനും സ്വാതന്ത്ര്യമില്ല, അവകാശമില്ലെന്ന് പറയാൻ ആർക്ക് എവിടെ നിന്ന് അധികാരം കിട്ടി? അതാണ് അവിടുത്തെ പ്രശ്നം. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നെ വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്തെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു സ്കീമല്ല. നമ്മളുടെ രക്ഷ, നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷ, അത് മാത്രമല്ല റസൂലുള്ളാഹിയുടെ പദ്ധതി ലോക സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. മൊത്തം മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യരുടെ ക്ഷേമമാണ്, മനുഷ്യരുടെ രക്ഷയാണ്, മനുഷ്യരുടെ വിമോചനമാണ്. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയാണ് റസൂലുള്ള നിലകൊണ്ടത്. അവിടെ നിന്ന് മദീനയിലേക്ക് ചെന്നിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് ജൂതന്മാരുമായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്. ജൂതന്മാരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളോട് ഏറ്റവും കഠോരമായ ശത്രുതയിൽ നിലകൊള്ളുന്ന വിഭാഗമായിട്ട് ജൂതന്മാരെ നിങ്ങൾക്ക് കാണാം എന്ന് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച അള്ളാഹുവിന്റെ ദൂതൻ മദീനയിൽ ചെന്നപ്പോ ആദ്യം ചെയ്ത കാര്യം ജൂതന്മാരുമായിട്ട് സന്ധി. പ്രവാചകന് താനെന്താ പഠിപ്പിക്കണമെന്ന് വിവരമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ സാമൂഹിക വിപ്ലവം ഈ രാജ്യത്ത് നടക്കേണ്ടതാണ്. അതിന് സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും അതിന്റെ ഗുണം കിട്ടണം. മറ്റെന്തോ കാരണങ്ങളാൽ ശത്രുതയുണ്ടായിപ്പോയി എന്നതുകൊണ്ട് മാത്രം ആജീവനാന്തം ഒരു ശത്രുത നമ്മളും അവരോട് അങ്ങോട്ട് വെച്ചു പുലർത്തേണ്ടതില്ല. ഫാസിസത്തെ നേരിടുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടതാണ്. ഫറോവയെക്കാളും വലിയ ഒരു ഫാസിസ്റ്റ് ഉണ്ടോ? എന്നൊക്കെ പറഞ്ഞ ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അടിമകളും അബലകളും ഏഴകളും ദുർബലരുമാക്കി കാൽ കീഴിൽ ചവിട്ടി ഒതുക്കി അങ്ങനെ നിലനിർത്തുകയും ചെയ്യാൻ നിഗളിച്ച് നടന്ന ഫറോവയുണ്ടല്ലോ. ഫറോവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇത് ഹബാ ഇലാ ഫിറഔന, കൂടെ ഹാറൂൻ നബിയുണ്ട് അസിസ്റ്റന്റ് ആയിട്ട്. ഇത് ഹബാ ഇലാ ഫിറഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ അടുക്കൽ പോകണം. പോയിട്ട് സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം. എന്താ വിഷയം എന്നറിയോ? നിങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും നിങ്ങളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അങ്ങനെ ഹീനരാക്കുകയും ചെയ്യുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരുത്തനോടാണ് സംസാരിക്കാൻ പോകുന്നത്. ഏത് നിമിഷവും ആ ഒരു വികാരം നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകാം, ഏത് നിമിഷവും പിടിവിടാം. വളരെ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? വളരെ മൃദുലമായിട്ട് സംസാരിക്കണം. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റായ ഫറോവയുടെ മുമ്പിൽ ചെന്നിട്ട് വളരെ മൃദുലമായ വാക്കുകളിൽ സംസാരിക്കണം എന്ന് പഠിപ്പിച്ച ഖുർആൻ. ആ ഖുർആൻ പഠിപ്പിക്കാനായി റസൂൽ വന്നത്. വേദക്കാരും മുസ്ലിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇല്ലേ? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ കണ്ടുപിടിച്ചിട്ട് വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുകയാണെങ്കിൽ എത്ര വെല്ലുവിളിച്ചാലും തീരൂല. അതിന് മാത്രം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ റസൂലുള്ളാഹിയുടെ വിളംബരം എന്താണെന്നറിയോ? വേദക്കാരെ നിങ്ങൾ വരുവിൻ. ഖുർആനായത്താണ്. വേദക്കാരെ നിങ്ങൾ വരുവിൻ. എവിടേക്ക് വരുവിൻ? നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ മുബാഹല നടത്താൻ വരുവിൻ. വെല്ലുവിളികളും വാദപ്രതിവാദങ്ങൾക്കോ ഖണ്ഡനമണ്ഡനങ്ങൾക്കോ വരുവിൻ എന്നൊന്നുമല്ല. ഒരു വചനത്തിലേക്ക് വരുവിൻ. വേദക്കാരെ നിങ്ങൾ വരുവിൻ. ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ യോജിപ്പുള്ള ഒരു ബിന്ദു ഉണ്ട്, അതിലേക്ക് വരുവിൻ. അപ്പൊ യോജിപ്പിന്റെ മേഖലകൾ തേടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിപ്പിന്റെ സംസ്കാരം പ്രയോഗതലത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. വിയോജിപ്പുള്ളവരോട് പോലും സന്ധിയായിക്കൊണ്ട് ഇസ്ലാമികമായ ഈ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി മാനവ സമൂഹത്തിന്റെ മുഴുവൻ ഊർജവും ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ എന്നവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു. അവിടെ നിന്ന് ഇഹലോകവാസം പഠിയുമ്പോ ജൂതന്റെ കൈവശം പ്രവാചകന്റെ പടയങ്കി പണയത്തിലാണ് എന്ന് ചരിത്രത്തിലുണ്ട്. ജൂതന്റെ കൈവശേ
നല്ല പണക്കാരായ അൻസാറുകളുള്ള മദീനയിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മക്ക അത്യാവശ്യം നല്ല പ്രമുഖരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളുകളുള്ള മക്കയിലെയും മക്കയിലും മദീനയിലും ഉൾക്കൊള്ളുന്ന അനുചരന്മാരുടെ ഇടയിൽ ഒരു പടയങ്കി വാങ്ങി കയ്യിൽ വെച്ചിട്ട് കാശ് കൊടുക്കാൻ പറ്റുന്ന ആളില്ലെന്നാണോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെയാ സംഭവിച്ചതെന്ന്? അല്ല. ഇത് മനുഷ്യർ ഈ പാഠം പഠിക്കണം. ഖുർആൻ ഏറ്റവും വലിയ പ്രതിയോഗി എന്ന് അവതരിപ്പിച്ചിട്ടുള്ള ജൂതന്മാരുമായിട്ട് സഹവർത്തിത്വത്തിലൂടെ ബന്ധം നന്നാക്കിയെടുത്തിട്ട് ആ പ്രവാചകന്റെ ഒരു പടയങ്കി അവിടെ നിഹലോകവാസം പഠിക്കുമ്പോ ജൂതന്റെ കൈവശം. അതുപോലെ ഒരു ജൂതന്റെ പടയങ്കിയുടെ വിഷയമാണ് നേരത്തെ ഇവിടെ 8-10 ആയത്തുകൾ അള്ളാഹു ഇറക്കിയത്. റസൂലുള്ളയെ വരെ ആക്ഷേപിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ സഹാബിമാര് വന്നിട്ട്, അല്ല, ഈ മുസ്ലിം സുഹൃത്തുക്കളായ ആളുകൾ വന്നിട്ട് കേസ് അവതരിപ്പിച്ച രീതിയിൽ റസൂലുള്ളാന്റെ കനിവ്, റസൂലുള്ളാന്റെ മനസ്സ്, റസൂലുള്ളാന്റെ തൂക്കം ലേശം ഈ മുസ്ലിമിന്റെ ഭാഗത്തേക്കാകാൻ അങ്ങനെ നോക്കി. എന്തായാലും ജൂതൻ സത്യം പറയാൻ സാധ്യത കുറവാ. മുസ്ലിം ആണെങ്കിലോ, ഞാൻ മുസ്ലിം അല്ല, നിങ്ങളെന്താ വിചാരിച്ചത്, ഇത്രയും കാലം ഞാൻ പാർട്ടിയിലുണ്ടായിട്ട് ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമല്ലോ. അതൊരു വല്ലാത്ത ചോദ്യമായിരിക്കുമല്ലോ. റസൂലുള്ള അങ്ങനെ ചിന്തിച്ചു, എന്തപ്പൻ ഇത് വിധിക്കുക. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത് 105 മുതൽ 113 വരെ സൂറത്തുൻ നിസാ. വീട്ടിൽ പോയിട്ട് ഒന്നെടുത്ത് പരിഭാഷ ഒന്നെടുത്ത് വായിച്ചു നോക്കണം, അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ. ഒരു ജൂതന് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ട ഒരു ജൂതന് വേണ്ടിയിട്ട് അർത്ഥമറിയാതെ ഓതിയാൽ തന്നെ കൂലി കിട്ടുന്ന പരിശുദ്ധ ഖുർആനിൽ 5-8 സൂക്തങ്ങൾ അള്ളാഹു വിനിയോഗിച്ചെങ്കിൽ ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ദീനിന്റെ സ്വഭാവം എന്താണ്? ഈ റസൂലുള്ള പഠിപ്പിക്കുന്ന സഹവർത്തിത്വത്തിന്റെ സ്വഭാവം എന്താണ്? ഇതിനോട് ചേരുന്നതാണോ മുടി സംരക്ഷകർ സമൂഹത്തിന് നേരെ കണ്ണിറുക്കി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അട്ടഹസിക്കുമ്പോൾ ഉണ്ടാകുന്ന സംസ്കാരം? ഇത് തമ്മിലുള്ള അന്തരം നിങ്ങൾ തിരിച്ചറിയണം. അവിടെയാണ് സ്നേഹം ഉത്ഭവിക്കുന്നത്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെ വേണ്ട കാര്യമാണ്. പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്കും മുസ്ലിമാകാൻ കഴിയില്ല. ഒരു സംശയം ആ കാര്യത്തിലില്ല. വല്ലദീ നഫ്സി ബിയദിഹി, ഹദീസ് വളരെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകണം. നിങ്ങളുടെ പ്രിയങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അല്ലേ? പ്രിയങ്ങളുടെ ഒരു ലിസ്റ്റ്. ചിലർക്ക് ഭാര്യ ഉണ്ടാവും, എന്നാലും വേറൊരുത്തിനോടായിരിക്കും പ്രിയം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് അധികം ആളുകൾക്കും ഇഷ്ടം. കാരണം കുടുംബത്തിൽ നിന്ന് മനുഷ്യർ തമ്മിലുള്ള ഒരു സ്നേഹവും ഉണ്ടാകുന്നില്ല. കുടുംബത്തിന്റെ വഴിക്ക് അങ്ങനെ അതൊരു ബാധ്യതയും ഒരു ഭാരവുമായിട്ട് മാനസികമായ ലിതസ്കുനു ഇലൈഹ എന്ന് അള്ളാഹു പറഞ്ഞ കുടുംബത്തിന്റെ ഉദ്ദേശം കുടുംബങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു കുടുംബഘടന വന്നിരിക്കുകയാണ്. ആ കുടുംബഘടനയിൽ ഇങ്ങനെ മറുകണ്ഠം ചാടിയ പ്രയോറിറ്റികൾ ഉണ്ടാകാം. അനുവദനീയമാണ് എന്ന അർത്ഥത്തിലല്ല, സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിൽ. അപ്പോ പ്രിയപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ആ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിന്റെ മുമ്പിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് റസൂലുള്ളയാകണം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. നിങ്ങൾ ഒരാളും തന്നെ നിങ്ങളുടെ ഈമാൻ വാദം സത്യമല്ല. ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ എങ്ങനെ എല്ലാത്തരം നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ആരുടെയൊക്കെ നിരകളാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അതിന്റെ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ അലമാരയിൽ ബുക്ക് വെച്ച മാതിരി സ്നേഹം അട്ടിവെക്കുകയാണെങ്കിൽ ഏറ്റവും മേലെ റസൂലുള്ളയോടുള്ള ഹുബ്ബ്. അല്ലാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല, അതിലൊന്നൊരു സംശയവുമില്ല. പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ വളരെ അമൂർത്തമായതും പിന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്നതുമായ ഒരു വികാരമാണ്. സ്നേഹം എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോകുന്ന ഒരു വികാരമാണ്. വളരെ ശ്രദ്ധിക്കണം. ആ സ്നേഹത്തെ പറ്റി വഴിതെറ്റിയതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പണ്ട് സ്നേഹിച്ചു 2 പ്രവാചകന്മാരെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരെയും മക്ക മുശ്രിക്കുകളായ ആ ജനത സ്നേഹിച്ചതാണ്, അല്ലെന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയാ സ്നേഹിച്ചത്? അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി കഅബാലയത്തിനകത്ത് വെച്ചു. അവരുടെ മാത്രമല്ല, വേറെയും കുറെ പ്രതിമകളുണ്ട്. ആ കൂട്ടത്തിൽ ഈ 2 മഹാന്മാരുടെയും പ്രതിമകൾ. എന്നിട്ട് അതിന്റെ മുമ്പിൽ മെഴുകുതിരിയോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ എന്തോ തിരികത്തിച്ചു. നേർച്ചകളും നൈവേദ്യങ്ങളും സമർപ്പിച്ചു, കാണിക്കകൾ വെച്ചു, പൂവിട്ട് പൂജിച്ചു, പൂമാലകൾ അർപ്പിച്ചു. അങ്ങനെ സാധാരണ ദിവസങ്ങളിൽ സൗകര്യപ്പെടുന്നവരും സവിശേഷ സന്ദർഭങ്ങളിൽ സകലമാന ജനങ്ങളും ഈ പ്രതിമകളുടെ മുമ്പിൽ തലകുനിച്ച് കണ്ണടച്ച് തലകുനിച്ചങ്ങനെ നിന്നു. ഇതൊന്നും സ്നേഹിച്ചതല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഗാന്ധി പ്രതിമ കാക്കക്ക് കാഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത് പോലെയാണ് ഈ ആളുകൾ ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. കാരണം
അവർ ബഹുമാനിച്ചിട്ടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും പ്രതിമകളുടെ മുമ്പിൽ ആ വിവരം കെട്ട ജനത തലകുനിച്ചു നിന്നു. ബഹുമാനിച്ചതാണ്, സ്നേഹിച്ചതാണ്. അതേ പ്രവാചകന്മാരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആൾ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുൻഗാമികളായ ഈ രണ്ട് പ്രവാചകന്മാരെ ബഹുമാനിച്ചു, സ്നേഹിച്ചു. എങ്ങനെയാ സ്നേഹിച്ചത്? വിവരദോഷികളായ ഈ ജനത ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിഗ്രഹങ്ങളെ ആ ജനതയെ തന്നെ ബോധവൽക്കരിച്ചിട്ട് അവരുടെ കൈകൾ കൊണ്ട് ഈ വിഗ്രഹങ്ങൾ തല്ലി ഉടച്ച് തുടച്ചു വടിച്ച് കഅബാലയത്തിനകത്ത് നിന്ന് പുറത്തു കളഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും സ്നേഹിച്ചതുപോലെയാണോ? അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും സ്നേഹിച്ചതുപോലെയോ? ഇത് തീരുമാനിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും സ്നേഹിച്ചതുപോലെ സ്നേഹപ്രകടനം നടത്താൻ ആ റസൂലുള്ളയുടെ ഒരു മുടി മതി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വേറെ സാധനമൊന്നും വേണ്ട. എന്ത് സുന്നത്ത്? ആകെ ഒരു മുടി മതി. മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ റസൂലുള്ളയുടെ ഒരു മുടി മതി. പക്ഷേ ഇതിപ്പോ റസൂലുള്ളാന്റെ മുടിയും കൂടി അല്ല എന്നുള്ളതാണ് പ്രശ്നം. റസൂലുള്ളാന്റെ മുടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമ്മളെന്തിനാ ഇപ്പൊ റസൂലുള്ളാനെ ചെറുതാക്കാൻ പോണത്? റസൂലുള്ളക്ക് റസൂലുള്ള നൽകിയ ഒരു സ്ഥാനമുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു സ്ഥാനമുണ്ട്. അവിടുന്ന് ഉയർത്തും വേണ്ട, അവിടുന്ന് താഴ്ത്തും വേണ്ട. സ്നേഹം അമിതമായിട്ട് ഒരാളോടുണ്ടെങ്കിൽ അയാളുടെ എല്ലാത്തിനോടും സ്നേഹമുണ്ടാകും. ഇഷ്ടഭാജനത്തിന്റെ പ്രിയപ്പെട്ടവളുടെ എന്തും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും. അത് സ്വാഭാവികമാണ്. ഈ സ്നേഹവികാരങ്ങൾ പ്രവാചകനോടാകുമ്പോഴും അങ്ങനെ സംഭവിക്കും. സ്വന്തം മക്കളെ 2-3 കുരുതിക്കളത്തിൽ യുദ്ധത്തിൽ കൊടുത്ത് പറഞ്ഞു പോയിട്ടും ജീവൻ വെടിഞ്ഞിട്ടും ഭർത്താവും 1-ലധികം മക്കളും യുദ്ധക്കളത്തിൽ ഷഹീദായി എന്നറിഞ്ഞിട്ടും പ്രവാചകൻ സുരക്ഷിതനാണെന്നറിയുമ്പോ സന്തോഷിക്കുന്ന വനിതകളുണ്ടല്ലോ. വനിതകളുടെ കാര്യം മാത്രമല്ല, അങ്ങനത്തെ ഒരു ജനതയെ സൃഷ്ടിച്ച പ്രവാചകന്റെ ആ ജനസമൂഹത്തിലെ അവരുടെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിനെ നമുക്ക് അങ്ങനെ തട്ടിലും കള്ളിയിലും കോളത്തിലും ഒതുക്കാൻ കഴിയില്ല. അവരാ റസൂലുള്ളയുടെ മുടിയും ആ റസൂലുള്ളാന്റെ വിയർപ്പും ഒക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. അങ്ങനെ റസൂലുള്ളയിൽ നിന്ന് ഉള്ളതാണെന്ന് തെളിഞ്ഞാൽ തന്നെ അതിന് മതപരമായ എന്തെങ്കിലും പവിത്രതയുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ മുടി വിവിധ അന്നദിക്കുകളിലേക്ക് കയറ്റി അയച്ചതായിട്ട്, അങ്ങനെ ഓരോരോ സ്ഥലത്തും ഈ മുടി സൂക്ഷിക്കലും അത് പ്രചരിപ്പിക്കലും അത് ദർശനത്തിന് വെക്കലും അത് മുക്കി വെള്ളം വിറ്റ് കാശാക്കലും അങ്ങനെ നടന്നതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി പ്രവാചകന്റെ മുടിയെ ഒരു ജനത അല്ലെങ്കിൽ പ്രവാചകന്റെ അവശിഷ്ടങ്ങളെ ആളുകൾ ആദരിക്കുന്നു എന്ന് കരുതുന്നതിൽ ഒരു അസാംഗത്യവുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഒന്നാമതായിട്ട് ഇത്രയും കാലം എവിടെ രംഗത്തില്ലാത്ത ഈ മുടി എവിടെ നിന്ന് വന്നു? അതിനെപ്പറ്റി അത് ദുബൈയിൽ നിന്ന് കിട്ടിയവർ, നിങ്ങൾക്ക് തന്നെ ഈ കഥകളൊക്കെ അറിയാം. അത് ആരുടെ കൈവശമാണോ ഉള്ളത് അവര് പോലും ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അതൊരു വിഷയമായും ഒരു അഭിമാന പ്രശ്നമായി എടുത്തിട്ടില്ല. അതിന്റെ പ്രദർശനത്തിനോ സൂക്ഷിപ്പിന് വേണ്ടിയോ ഒരു കേന്ദ്രവും ഒരു സംവിധാനവും ഉണ്ടാക്കിയിട്ടില്ല. ഇത്ര വലിയ ഒരു ആഘോഷം അതിന്റെ പിന്നിൽ അവർ കണ്ടെത്തിയിട്ടില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു വരുമാന സാധ്യത ഉണ്ട് എന്നോ അത് ഉപയോഗപ്പെടുത്താമെന്നോ അവർ ചിന്തിച്ചിട്ടില്ല. അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ UAE ഗവൺമെന്റോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ അനുവദിക്കുമായിരുന്നില്ല. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു പുകിലുമില്ല. അവിടെ നിന്ന് ഒന്ന് പതുക്കെ കൊണ്ടുവന്നിട്ട് അത് കേരളത്തിലെത്തിയപ്പോ സംഗതികളുടെ സ്വഭാവമൊക്കെ മാറുന്നു. അപ്പൊ ഇത് പ്രവാചക സ്നേഹത്തിന്റെ ചെലവിലാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം വഴിതെറ്റിപ്പോകാവുന്ന ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പുലർത്തിയ ഒരു ജാഗ്രതയുണ്ട്. അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ ചെല്ലുമ്പോ മദീനയിൽ റസൂലുള്ളയെ സ്വീകരിക്കുവാൻ ആളുകൾ ഗോത്രങ്ങൾ മത്സരിക്കുകയാണ്. റസൂലേ ഇവിടെ ഒന്നാമത്തെ ഗോത്രക്കാർ, ഇങ്ങനെ മദീനയിലേക്കാണ് എത്തുമ്പോ തന്നെ ആദ്യത്തെ ഗോത്രക്കാർ റസൂലേ ഇവിടെ. റസൂലുള്ള പറഞ്ഞു, ഇല്ല, നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകട്ടെ. അപ്പൊ തൊട്ട് 2ാമത്തെ ഗോത്രം, പിന്നെ 3ാമത്തെ ഗോത്രം, 7 ഗോത്രങ്ങളോളം റസൂലുള്ളയോട് പറഞ്ഞു, റസൂലെ താങ്കൾ ഇവിടെ ഇറങ്ങി തമ്പടിക്കണം. അവർക്ക് റസൂലുള്ളയെ സ്വീകരിക്കാനുള്ള ഉത്കടമായ അഭിലാഷം. റസൂലെ ഇവിടെ, റസൂലെ ഇതിലെ. റസൂലുള്ള പറഞ്ഞു, ഇല്ല, ഒട്ടകാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള യാത്ര ചെയ്യണ ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകാണ് കാര്യം തീരുമാനിക്കണമെങ്കിൽ പിന്നെ ഇനി റസൂലുള്ളയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ ഒട്ടകം എന്ത് തീരുമാനമെടുക്കും എന്ന് നോക്കി അവരങ്ങനെ റസൂലുള്ളയുടെ പിന്നാലെ. ഒട്ടകം പോയി ഒരു സ്ഥലത്ത് ചെന്നിട്ട് മുട്ടുകുത്തി നോക്കുമ്പോൾ അത് 2 അനാഥ കുട്ടികളുടെ സ്ഥലമാണ്. ആ സ്ഥലം വില കൊടുത്ത് വാങ്ങിയിട്ട് അവിടെയാണ് മസ്ജിദുൻ നബവി പണിതത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്റെ വിഷയപ്പതൊന്നുമല്ല. മദീനയിലേക്ക് വരുമ്പോ റസൂലെ ഇവിടെ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ നിന്ന ജനതയുണ്ടല്ലോ. മക്കയിൽ സ്വന്തം ജന്മനാട്ടിൽ സുരക്ഷിതത്വമില്ലാത്തത് കൊണ്ടും ദീനിന് അനുകൂലമായ ഒരു അന്തരീക്ഷമില്ലാത്തത് കൊണ്ടും ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയത്തിനും അതിന് പറ്റിയ ഒരു സ്വീകാര്യതക്കും പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. ആ മദീനയിൽ റസൂലുള്ളയെ ഇങ്ങനെ സ്വീകരിച്ചാനയിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ജനത അവര് പാട്ടുപാടി, ഞങ്ങളിൽ ഒരു റസൂലുണ്ട്, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന നബി. ഞങ്ങളിപ്പോ പണ്ടത്തെ മാതിരിയല്ല, ഞങ്ങളുടെ സ്ഥിതി ഇപ്പൊ മുമ്പത്തെ മാതിരിയല്ല. ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരഭിമാനത്തോടെ നിഷ്കളങ്കമായിട്ട് പാടിയതാണ്, വേറെ വല്ലാതൊന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. റസൂലുള്ള പാട്ട് കേട്ടു, റസൂലുള്ള പറഞ്ഞു അത് പാടണ്ട, അതിന് മുമ്പ് പാടിയിരുന്നതൊക്കെ പാടിയാൽ മതി. അങ്ങനെ വല്ല ക്രെഡിറ്റും കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചൂടെ? മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേരെ കൊഞ്ഞനം കുത്തുകയും അതിനെതിൽ കുതിക്കാൽ വെട്ടുകയും കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്ത് സ്വന്തം ജന്മനാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയ പ്രതിയോഗികളെ ഒരു പാഠം പഠിപ്പിക്കാൻ മദീനയിലെ ആളുകൾക്ക് തന്നോട് ഇങ്ങനെ ഒരല്പം ബഹുമാനവും ആദരവും കൂടിയാൽ എന്താ പ്രശ്നം? അതിന്റെ ഫലം ദഅവത്തിനല്ലേ കിട്ടുക? ഞാൻ വ്യക്തിപരമായിട്ട് മുതലെടുക്കുന്നില്ലല്ലോ. അതായത് നാളത്തെ കാര്യങ്ങൾ അറിയുന്ന നബിയാണ് ഞാൻ എന്ന ഒരു ഖ്യാതി ഇവിടെ വളർന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അതുകൂടി ദീനിന് കിട്ടട്ടെ എന്ന് കരുതിക്കൂടെ റസൂലുള്ളാക്ക്? തിരുത്താൻ പോണ്ട വല്ല കാര്യമുണ്ടോ? മൗനം പാലിച്ചാ പോരെ? റസൂലുള്ള മൗനം പാലിച്ചില്ല, അത് പാടണ്ട. അപ്പൊ റസൂലുള്ളാക്ക് എന്തേ നാളത്തെ കാര്യങ്ങൾ അറിയില്ലേ? റസൂലുള്ളാക്ക് ഗൈബറിയും. ഈ റസൂലുള്ളാക്ക് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും ഗൈബറിയും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അളവിൽ, അല്ലാതെ അറിയൂല. അറിയിച്ചു കൊടുക്കാത്ത സന്ദർഭത്തിൽ അവർക്ക് അറിയാൻ പറ്റില്ല. പ്രവാചകന്മാരും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം വഹി ലഭിക്കുന്ന മനുഷ്യരാകുന്നു പ്രവാചകന്മാർ എന്നതാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ലേ? ഒരു വ്യത്യാസമില്ല എന്ന് പറയാൻ പറ്റൂല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് റസൂലിന്. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ആ വ്യത്യാസങ്ങൾ? അതിന്റെ അടിസ്ഥാനം എന്താണ്? യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും വഹിയുണ്ടോ? നമുക്കൊന്നും വഹയില്ല, പക്ഷെ റസൂലിന് വഹയുണ്ട്. അപ്പൊ വഹയുള്ള മനുഷ്യർ ഇതാണ് പ്രവാചകന്മാർ. അങ്ങനെയാണ് ഖുർആൻ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ വടി. എന്താണ് മൂസ പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു അത് വടിയാണ്. അതുകൊണ്ട് ഇന്ന ചോദ്യത്തിന് മാത്രമല്ല ഉത്തരം, കുറച്ച് വിശദീകരണം കൂടി അങ്ങോട്ട് കൊടുത്തു മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഇട്ടു വെക്കുമ്പോ അത് പാമ്പായി. പാമ്പിന്റെ സ്വഭാവത്തിൽ അതിങ്ങനെ ഇഴയാൻ തുടങ്ങിയപ്പോ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു. ലാ തഖഫ് സനുഈദുഹാ, പേടിക്കണ്ട, സനുഈദുഹാ സിറതകൽ ഊലാ, അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ മടക്കും, അല്ലേ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് തന്റെ കയ്യിലുള്ള ഈ വടിക്ക് ഇങ്ങനെ ഒരു പാമ്പാകാൻ കഴിയുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹായുടെ നേരെ അപവാദ കഥ പ്രചരിപ്പിച്ചപ്പോൾ ആ അപവാദത്തിന്റെ ആ വേലിയേറ്റത്തിൽ പ്രവാചകൻ ഒരു ഭർത്താവ് എന്ന നിലക്ക് അനുഭവിച്ച വേദനകളുടെ ആഴം ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാം. അതിന്റെ നിജസ്ഥിതി റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹയ്യ ഇറങ്ങട്ടെ, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇജ്ജ് പേടിക്കണ്ട എന്ന് ആയിഷയോട് സമാധാനിപ്പിച്ച റസൂലിനെ അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളയോൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹായോടുണ്ടായിരുന്ന മാനസികമായ ബന്ധത്തിൽ വരെ ലേശം അകൽച്ച അനുഭവപ്പെട്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അപവാദം റസൂലുള്ളയെ വരെ ലേശമായിട്ട് ഏശാൻ സ്വാധീനിക്കാൻ തുടങ്ങി എന്നതാണ് അതിന്റെ വസ്തുത. അപ്പോൾ ഇതാണ് റസൂൽ. ഇങ്ങനെ വഴിതെറ്റിയാൽ, സ്നേഹം വഴിതെറ്റാൻ പോകുന്ന ആദ്യ ബിന്ദുവിൽ തന്നെ തിരുത്തണം. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അൻസാരി കുട്ടികളുടെ പാട്ടിൽ ഇങ്ങനെ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള തിരുത്തിയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മാത്രാണോ? റസൂലുള്ളാന്റെ ഒരു കുട്ടി ആകെ ആൺകുട്ടികൾ വേണ്ടെന്നത് അള്ളാഹുവിന്റെ നിശ്ചയമായിരിക്കാം. അങ്ങനെ മകൻ മരണത്തോട് മല്ലടിക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ആ മകനെ മടിയിൽ വെച്ചിട്ട് പൊന്നാര മകന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കി റസൂലുള്ളയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക്. കുഞ്ഞങ്ങനെ റസൂലുള്ളയുടെ കയ്യിൽ കിടന്ന് ഇഹലോകവാസം വെടിഞ്ഞു. സംഗതിവശാൽ അന്ന് അതേ ദിവസം തന്നെ ഒരു ഗ്രഹണമുണ്ടായി. ആളുകൾ വിചാരിച്ചു റസൂലുള്ളാന്റെ കുട്ടി ഇഹലോകവാസം വെടിഞ്ഞതുകൊണ്ട് ഗ്രഹണത്തിന് പ്രപഞ്ച ഘടന വരെ അതിനോട് ദുഃഖം പ്രകടിപ്പിച്ച് താദാത്മ്യം, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ കരുതിയിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ പോരട്ടെ എന്ന് കരുതാമല്ലോ റസൂലിന്. അതിന്റെ പ്രയോജനവും ഇസ്ലാമിക പ്രബോധനത്തിനാണ് എന്ന് സമാധാനിക്കാമല്ലോ. റസൂലുള്ള അങ്ങനെ സമാധാനിച്ചോ? റസൂലുള്ള അങ്ങനെ സമാധാനിച്ചില്ല. പകരം അവിടുന്ന് മിമ്പറിൽ കയറിയിട്ട് ഹംദും സലാത്തും നിർവഹിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്.
വല്ലവന്റെയും ജനനം കൊണ്ടോ മരണം കൊണ്ടോ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജനങ്ങളുടെ മൂഢധാരണകൾ ഉണ്ടാകാൻ പോകുന്ന ഒന്നാമത്തെ ബിന്ദുക്കളിൽ തന്നെ അത് തിരുത്താൻ നടത്തിയ ശ്രമം റസൂലുള്ളയുടെ ഈ പാത പിന്തുടർന്നുകൊണ്ട് സ്വഹാബിമാരും നിർവഹിച്ചു. അങ്ങനെയാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന സന്ധി നടന്ന മരം, അതിനെപ്പറ്റി ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. ആ മരം കാണുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു രോമാഞ്ചം, മറ്റുള്ള മരം കാണുമ്പോൾ വൃക്ഷം കാണുമ്പോഴുള്ളതല്ലാത്ത ഒരു സ്നേഹം. അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടുത്തെ മണ്ണ്, അതിന്റെ ഇല, അതിന്റെ തോല് എന്ന മട്ടില് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പോക്ക് ശരിയില്ല. അവിടെ നാളെ വിട്ടിട്ട് ആ മരം മുറിപ്പിച്ചു. നോക്കണം നിങ്ങൾ, അൻസാരി പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന നബി ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് പാടണ്ട എന്ന് പറഞ്ഞത്. റസൂലുള്ളയുടെ കുട്ടി മരിച്ചിട്ട് അതേ സന്ദർഭത്തിൽ തന്നെ ഗ്രഹണം ബാധിച്ചപ്പോ ഗ്രഹണവും ഈ മരണവും തമ്മിൽ ബന്ധമില്ലെന്ന് അവിടെ നിന്ന് വിളംബരം ചെയ്തത്. മരത്തെപ്പറ്റി ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മരത്തിന്റെ അടുത്ത് ആളുകൾ ചെന്ന് തടിച്ചുകൂടുന്നത് കണ്ടപ്പോ ആളെ വിട്ടിട്ട് ആ മരം മുറിപ്പിക്കാൻ ഉമറുൽ ഫാറൂഖ് ശ്രമിച്ചത്. മൂഢധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കാൻ പോകുന്ന ഒന്നാമത്തെ സന്ദർഭത്തിൽ തന്നെ തിരുത്തിയില്ലെങ്കിൽ തിരുത്തേണ്ടുന്ന പോയിന്റ് ഏത് എന്ന് കണ്ടെത്തുക പിന്നെ വിഷമമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവിടെയാണ് കേശത്തിന്റെ ചർച്ചകളും അതിന്റെ കേന്ദ്രങ്ങളും അതിന്റെ ഈ ഇന്നത്തെ കൊണ്ടു നടപ്പും കൊട്ടിഘോഷിക്കലും ഒക്കെ വിഷയമാകുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നാമത്തെ പോയിന്റിൽ സ്നേഹപ്രകടനങ്ങൾ വഴിതെറ്റുന്ന ഒന്നാമത്തെ ബിന്ദുവിൽ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ നിയന്ത്രിക്കേണ്ടുന്ന പിടികൂടേണ്ടുന്ന ബിന്ദു ഏത് എന്ന് കണ്ടെത്താൻ കഴിയില്ല. ബഹുദൂരം അകന്നകന്ന് സന്മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നകന്ന് ഏതൊക്കെയോ തീർത്ഥാടന കേന്ദ്രങ്ങൾ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇത് ഇസ്ലാമിക സമൂഹത്തിൽ എല്ലാ കാലത്തും പണ്ഡിതന്മാർ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ ഇന്നമാ വറസു അൽ ഇൽമ. പ്രവാചകന്മാർ എന്ന് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ്. പ്രവാചകന്മാർ കാശിന് വേണ്ടിയിട്ടെല്ലാം ശ്രമിച്ചിട്ടുള്ളത്. അവരുടേത് ആദർശത്തിന് വേണ്ടിയുള്ള അധ്വാനമായിരുന്നു. അവർ ജ്ഞാനമാണ്, അറിവാണ് കൈമാറിയിട്ടുള്ളത്. അത് മുറുകെ പിടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക, അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുക, ആ അറിവുകൾക്ക് അർത്ഥം നൽകാൻ പരിശ്രമിക്കുക. അതാണ് പ്രവാചകന്മാരോടുള്ള സ്നേഹത്തിന്റെ വഴി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴി ആര് തെളിയിക്കാൻ ശ്രമിച്ചാലും ശരി, അത് ഇസ്ലാമികമായ വഴിയല്ല. ആ വഴിയോട് വിയോജിക്കുക എന്നുള്ളത്, അതിന്റെ കപടത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്, അതൊരു സംവാദ വിഷയമായി വികസിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, അതിന്റെ വിപണന സാധ്യതകളും ചൂഷണ തലങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്, ആളുകളെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ദൗത്യമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് പിണറായി വിജയൻ മതപണ്ഡിതനായും മതപണ്ഡിതൻ ഒരു രാഷ്ട്രീയ കച്ചവടക്കാരനായും മാറിയ ഒരു വിരോധാഭാസം നമുക്ക് കാണേണ്ടി വരുന്നു. എന്നിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ്, പ്രവാചകന്റെ മുടിമലും നൗത്തുമലും അല്ല കെട്ടിമറിയേണ്ടത്, റസൂലുള്ളയുടെ ചര്യയിലാണ്. മുടി പോലെയുള്ള കാര്യങ്ങൾ ഒറിജിനലാണെങ്കിൽ ആ ഒറിജിനലാണ് എന്ന നിലക്ക് അതിനോട് മുസ്ലിം സമൂഹത്തിന് ഒരു ആദരവുണ്ടാകുന്നതിനെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അസ്ക്യത കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനതിനെപ്പറ്റി പറഞ്ഞു, അതിലെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ രക്ഷയുള്ളത്. അതൊരു അടിസ്ഥാന വിഷയമാക്കി വന്നാൽ ലോകാവസാനം വരെ ദീനുൽ ഇസ്ലാമിന് ആ മഹത്വം ലഭിക്കുമോ? സാധ്യമല്ലല്ലോ. ഇതേതോ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് റസൂലുള്ള ഇഹലോകവാസം വെടിയുമ്പോൾ പറഞ്ഞത്, രണ്ട് സംഗതികൾ നിങ്ങളുടെ ഇടയിൽ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ട് റസൂലുള്ളയുടെ ചര്യയാണ്. മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് പ്രചരിപ്പിക്കേണ്ടുന്ന വസ്തുക്കളല്ല. ഇത് രണ്ടുമാണ് അടിസ്ഥാനം. ഇത് വെച്ചുകൊണ്ടാണ് ജനങ്ങളെ നമ്മൾ ഉത്ബോധിപ്പിക്കേണ്ടത്. ഇതിലേക്കാണ് ആളുകളെ വിളിക്കേണ്ടത്. അതിനുവേണ്ടി പണിയെടുക്കേണ്ടുന്ന അത്യന്താപേക്ഷിതമായ ഒരു സന്ദർഭത്തിൽ, ചരിത്രം കാലഘട്ടം അങ്ങേയറ്റം അത് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, നേരത്തെ ഞാൻ അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചില തലങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വിശകലനം നടത്തി. ഇനി നിങ്ങൾ ആ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബ തലത്തിലേക്ക് വന്നാലും അത് തന്നെയാണ് സ്ഥിതി. എന്താ നമ്മുടെ കുടുംബങ്ങളുടെ ഒക്കെ അവസ്ഥ? കുടുംബത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാം. വളരെയധികം നിർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. മുസ്ലിം സമൂഹത്തിന്റെ കുടുംബം വരെ എവിടെ നിന്ന് തുടങ്ങുന്നു പ്രശ്നം എന്ന് ചോദിച്ചാൽ, കുടുംബം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഇസ്ലാമികമായ അടിത്തറയിലല്ല എന്നിടത്ത് നിന്ന് തുടങ്ങുന്നു പ്രശ്നം. എന്ന് പറഞ്ഞാൽ നിക്കാഹ് നടത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിക്കാഹൊക്കെ നടത്തിയിട്ടുണ്ട്. നിക്കാഹ് മാത്രമല്ലല്ലോ, സ്ത്രീയെ തെരഞ്ഞെടുക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റസൂലിനോടുള്ള സ്നേഹമാണ് വിഷയമെങ്കിൽ റസൂലുള്ള പറഞ്ഞു, വലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിന്ന,
അവരുടെ ധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കെട്ടരുത്. പണം ഒരടിസ്ഥാനമാകരുത്. നമ്മുടെ ഇന്നത്തെ വിവാഹ കമ്പോളത്തിൽ സ്ത്രീധനമാണ് അടിസ്ഥാനം. മഹറിന്റെ തോത് വരുന്നത് പോലും സ്ത്രീധനത്തിന്റെ തോതനുസരിച്ചാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അതിന്റെ വിഹിതം പറ്റുന്നവരാണ് നമ്മുടെ പണ്ഡിതന്മാരിൽ മിക്കവരും. അതിന്റെ വിഹിതത്തിൽ നിന്നാണ് നമ്മുടെ പള്ളിക്കമ്മിറ്റികളുടെ ഫണ്ട് ശേഖരണം പോലും നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ഘടനയിൽ സ്നേഹത്തിനും പരസ്പരമുള്ള വിശ്വാസത്തിനും എന്ത് സ്ഥാനം? അങ്ങനെ കുടുംബഘടന സ്നേഹത്തിൽ അധിഷ്ഠിതമായ എന്ന് അല്ലാഹു പറഞ്ഞ അവളിലേക്ക് ഇവൻ സായുജ്യമടയാൻ, എന്നിട്ട് അവരുടെ ഇടയിൽ പ്രേമം നിറഞ്ഞ് തുളുമ്പി കവിഞ്ഞ് നിറഞ്ഞങ്ങനെ നിൽക്കാൻ. അതല്ലേ ഖുർആന്റെ പ്രയോഗം. പ്രേമം എന്ന് അതിനാണ് പറയുന്നത്. മവദ്ദത്ത് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കാണാ ചരടാകുന്നു ഈ പ്രേമം. കുടുംബങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെ കാണുമോ? പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യക്കുപ്പികൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യക്കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിന്റെ തേടലു കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിന്റെ തേടലു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. അപ്പൊ കണ്ണട വെച്ച് നോക്കണം എന്നാണ് കവി പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പൊട്ടിയ താലിച്ചരടുകൾ കാണാൻ, നമ്മുടെ കുടുംബം കലക്കുന്നതിൽ മദ്യത്തിന്റെ സ്വാധീനം എന്തെന്നറിയാൻ, പലിശ കടന്നു വന്നിട്ട് കുടുംബങ്ങളെ കുത്തുവാളകെടുപ്പിക്കുന്ന ഭീകര ദൃശ്യങ്ങൾ കണ്ണിൽപ്പെടാൻ മതപണ്ഡിതന്മാര് കണ്ണട വെച്ചാൽ പോലും കാണില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ വിട്ടുകൊണ്ട് വിഷയങ്ങളല്ലാത്ത വിഷയങ്ങൾ വിവാദങ്ങളാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പരസ്പരം തെറി പറഞ്ഞും തെറിയഭിഷേകം നടത്തിയും തെറ്റിപ്പിച്ചും സമൂഹത്തിൽ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ദൗത്യം എന്താണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ അധികം സങ്കടം തോന്നിപ്പോകും നമുക്ക്. ഇന്നത്തെ ഈ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രവാചകൻ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഏത് പോയിന്റിലാണ്? പ്രവാചകത്വൻ പഠിപ്പിച്ച സന്ദേശത്തിന്റെ രാഷ്ട്രീയമായ അധ്യാപനങ്ങളുടെ കാലിക പ്രസക്തി, പ്രവാചകൻ പഠിപ്പിച്ച സാമൂഹിക സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശത്തിന്റെ ഈ കാലിക സമൂഹത്തിലുള്ള അത്യാവശ്യം, പ്രവാചകൻ കുടുംബത്തെക്കുറിച്ച് പഠിപ്പിച്ച അധ്യാപനങ്ങളുടെ പ്രസക്തി, അങ്ങനെ എത്രയെത്ര വിഷയങ്ങളുണ്ട്. സമത്വത്തിന്റെ, നീതിയുടെ, സമാധാനത്തിന്റെ, മനസ്സമാധാനത്തിന്റെ എന്തൊക്കെ വഴികളുണ്ട്. എല്ലാം വിട്ടുകൊണ്ട് സമൂഹത്തെ ഈ ഒരു പോയിന്റിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് പ്രവാചകൻ ജനമധ്യത്തിൽ അവഹേളിതനാകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ്? ആലോചിച്ചു നോക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമല്ല. ഇതൊക്കെ സ്നേഹമാണെങ്കിൽ ഇത് മക്ക മുശ്രിക്കുകൾ ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബിയെയും സ്നേഹിച്ചതുപോലെയായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അവിടെ തിരുത്താൻ അന്ന് റസൂലുള്ള നിർവഹിച്ച അതേ ദൗത്യം ഇന്ന് മതപ്രതിബദ്ധതയുള്ളവർ, ദീനി പ്രതിബദ്ധതയുള്ളവർ നിർവഹിച്ചേ മതിയാകൂ. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും തന്നെ തുടങ്ങിയൊന്നല്ല. പണ്ഡിതന്മാരെ പറ്റി ഇവരെ എഴുതിയതും പറഞ്ഞതൊക്കെ ഇപ്പൊ മൂടി ചർച്ച ചെയ്യുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുസമൂഹത്തിൽ പിണറായി വിജയന്റെ ആ പത്രസമ്മേളനം അദ്ദേഹം ഒരു മതനിഷേധിയായ മനുഷ്യനാണ്. അദ്ദേഹം റസൂലുള്ളാഹിയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല. അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ ഈ മുടിയെക്കുറിച്ച് പറയുന്ന പത്രസമ്മേളനം നിങ്ങൾ കണ്ടിരിക്കും. രണ്ടാമത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം മുസ്ലിം സമൂഹത്തിലെ ആളുകളോട് അടുപ്പവും ബന്ധവും ഒക്കെയുള്ള ആ മനുഷ്യൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ നഖം, മുടി എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട്. കാരണം ഇതൊക്കെയാണ് വിഷയം. ഗണപതി പാല് കുടിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആകെ ഒരു മുടിയുടെ മഹത്വം പറഞ്ഞാൽ ആളുകൾ അങ്ങനെ അന്താളിക്കൂല. കാരണം ഓടുകൊണ്ടുണ്ടാക്കിയ ഗണപതി പാല് കുടിച്ചു എന്നത് വലിയ സംഭവമായ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എന്തിലും അത്ഭുതം കാണുന്ന ഒരു രാജ്യമാണ്. വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും വലിയ വിവരം കെട്ടവർ. സത്യസായി ഭാവ കുറെ കാലം ആളുകളെ തന്നെ പറ്റിച്ച് നടന്നില്ലേ? അതിലൊക്കെ പെട്ട ആളുകളുടെ മുമ്പിൽ ഇമ്മാതിരി ഒന്നുമായിട്ടിറങ്ങിയാൽ ആ ഇറങ്ങുന്നവർ കൂടി ആ ഗണത്തിൽ പെടുകയേ ചെയ്യൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടിയിരുന്നു.
അള്ളാഹു തൗഫീക്ക് ചെയ്തിട്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് ആ ഒരു സാമാന്യ ബോധവും തിരിച്ചറിവും ഉണ്ടായില്ല എന്നത് വളരെയധികം ഖേദകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനങ്ങളെ അതിന്റെ യഥാർത്ഥമായ, അതിന്റെ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ അവതരിപ്പിക്കാൻ ശ്രമം നടത്താതെ ഈ ജനമധ്യത്തിൽ പ്രവാചകനും പ്രവാചക അധ്യാപനങ്ങളും അവഹേളിക്കപ്പെടുന്ന ഈ സാഹചര്യം സൃഷ്ടിച്ച ഈ ചർച്ചയുണ്ടല്ലോ, ഇതിപ്പോ തുടങ്ങിയ ഒരൊറ്റ പ്രശ്നമൊന്നുമല്ല. ഏതാണ്ട് എല്ലാ വിഷയത്തിലും ഇങ്ങനെയാണ്. മഹാന്മാരെ കുറിച്ചൊക്കെ, റസൂലുള്ളാഹിയെ സ്നേഹിക്കാനാണ് ഇപ്പൊ ഈ കോപ്രായമെങ്കിൽ മഹാന്മാരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകളൊക്കെ പറയുന്നതും ചെയ്യുന്നതും നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മുഹമ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന മഹാനവർകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെയ്ഖ് റിഫായി എന്ന് പറഞ്ഞാൽ മഹാനായ റിഫായി ഷെയ്ഖ്. നമ്മളെ നാടന്മാർക്കൊക്കെ എന്തായിരുന്നാലും അറിയും. നാട്ടിലെ ഏത് സ്ത്രീകൾക്കും പ്രായമായ സ്ത്രീകൾക്കും അറിയാം റിഫായി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മഹാനാൻ, പണ്ഡിതനാൻ. ഒരു കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രവർത്തിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. അങ്ങനത്തെ മഹാൻ, അദ്ദേഹത്തിന്റെ പേരിലൊരു മാലയുണ്ട്. ആ മാലയൊക്കെ ഇപ്പൊ പണ്ടത്തെ മാലയല്ല. മാലയൊക്കെ വീണ്ടും പൊടി തട്ടി പാടാൻ തുടങ്ങി മൈക്ക് സെറ്റ് വെച്ചിട്ട്. എന്നിട്ട് ആ മാലയിൽ പറയാണ്, ഈ മഹാനവറുകൾ ചെണ്ടയും കൊണ്ട് ചെണ്ട മുട്ടിക്കൊണ്ട് കഅബാലയം തവാഫ് ചെയ്യാൻ ചെന്നത്രേ. പണ്ട് അദ്ദേഹത്തിന്റെ കാലത്തെ ചെണ്ട കൊട്ടിക്കൊണ്ട് കഅബാലയം തവാഫ് ചെയ്യാൻ ചെന്നപ്പോ മക്കക്കാര് പറഞ്ഞു, അങ്ങനെ വേണ്ട, ചെണ്ട കൊട്ടണ്ട, തവാഫ് ചെയ്തോ. മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു. മൂപ്പര് അങ്ങനെ ഉണ്ട്, ഒന്ന് കാണട്ടെ എന്നുള്ള നിലക്ക് മൂപ്പര് ചെണ്ട ഒരു മതിൽ തൂക്കിയിട്ട് കഅബയോട് ചെണ്ടയെ തവാഫ് ചെയ്യാൻ പറഞ്ഞു. മാലയെ പറഞ്ഞാണ്, മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ, മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ ഇவ்விதം വേണ്ടാന്ന് മക്കികൾ ചൊന്നോവർ. ഉടനെ റിഫായി മാതിലും കുളത്തിയാൽ അഫഫോൽ കഅബം തവാഫെന്ന് ചൊന്നോവർ. ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത്, ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. ലേശം ഓവറാണെന്ന് എഴുതിയ ആൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നോക്കുങ്ങള് എന്താ പറഞ്ഞത്? കഅബാലയം, അതായത് മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റും, ഈ കഅബയെ ചുറ്റാൻ വേണ്ടിയിട്ട് ഈ ചണ്ടയും മുട്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ ചെന്നപ്പോ ഇவ்விதം വേണ്ടാന്ന് മക്കികൾ ചെന്നോവർ. ഇങ്ങനെ മുട്ടണ്ട, ഞങ്ങളൊക്കെ ചെയ്യും പോലെ തവാഫ് ചെയ്താൽ മതി. ഷെയ്ഖ് അവർക്ക് ദേഷ്യം പിടിച്ചു. എന്നെ നിയന്ത്രിക്കാൻ ആരാ? കുരുത്തക്കേട് ഇങ്ങനെ കൊണ്ടു നടക്കാണല്ലോ, ആർക്കും എപ്പോഴും കൊടുക്കാൻ പറ്റിയ കൊലത്തില്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് അതൊന്ന് കാണണം. അങ്ങനെ കഅബാലയത്തിന്റെ ചെണ്ട ഒരു മതിൽമ കൊളത്തിയിട്ട്, അവിടെ ഇവിടെ മതിലൊന്നും എനിക്കറിയില്ല, മതിൽമ കൊളത്തിയിട്ട് കഅബാലയത്തോട് പറഞ്ഞു ചെണ്ടനെ തവാഫ് ചെയ്യും. ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. തുടർന്ന് പറയുന്നുണ്ട്, 7 ആകാശവും കിടിലം കൊണ്ടു മലക്കുകളാകെ ബേജാറായി എന്നൊക്കെ പറയുന്നുണ്ട്. സമയം കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്കൊന്നും പോണില്ല. അതിപ്പോ ഞാൻ പറഞ്ഞത്, മഹാന്മാരോട് സ്നേഹമില്ലാത്തവരാണ് നമ്മൾ. മഹാന്മാരെ സ്നേഹിക്കുന്നതാരാണ്? പ്രവാചകന്മാരെ സ്നേഹിക്കുന്നതാരാണ്? മഹത്തുക്കളുടെ ബർക്കത്തെടുക്കുന്നതാരാണ്? ഇതൊക്കെ വലിയ പോരിശയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ജനമധ്യത്തിൽ മഹാന്മാരെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിന്റെ കഥ നിങ്ങൾ വേറെ പഠിക്കണം. അതിലേക്കൊക്കെ പോയാൽ ഒരുപാട് പറയേണ്ടി വരും. ഞാനിത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിന്റെയൊക്കെ താല്പര്യം എന്താണ്? ബൈബിള് പറഞ്ഞതുപോലെ അവർക്ക് അത്താഴത്തിൽ മുഖ്യസ്ഥാനവും മങ്ങാടികളിൽ വന്ദനവും ജനങ്ങൾ റബ്ബി റബ്ബി എന്ന് വിളിക്കുന്നതും വലിയ പ്രിയമാകുന്നു. അവർ കടുക് ചോരുന്നത് കാണുന്നു, പക്ഷേ ആന ചോരുന്നത് അറിയുന്നില്ല. അതാണ് അടിസ്ഥാന പ്രശ്നങ്ങളുടെ പേരിൽ ജനം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ പൊറുതിമുട്ടുന്ന ജനതയുടെ വിമോചനത്തിന്റെ വഴിയായിട്ട് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പകർന്നു നൽകേണ്ടതിന് പകരം റസൂലുള്ളാഹിയുടെ ഒരു മുടിയിൽ മുഴുവൻ കാര്യങ്ങളെയും കറക്കുന്ന ഈ കമ്പനി ഉണ്ടല്ലോ, അത് തന്നെയാണെന്നും പൗരോഹിത്യം കളിച്ച കളി. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ വിഷയത്തിന്റെ ചില ഭാഗങ്ങളെ പറ്റി ഇനിയും ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ സമയം അല്പം ദീർഘിച്ചതുകൊണ്ട് ഞാൻ ആ വശത്തിലേക്ക് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വല്ലദീന ആമനൂ ബിഹി ഒരായത്തുണ്ട്, വയല്ലാഹു അൻഹും ഇസ്റഹും. തുടങ്ങുന്നത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. സൂറത്തുൽ അറാഫിലാണ്. ലേശം ദീർഘിച്ച ആയത്താണ്. ഓതി അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വയല്ലാഹു അൻഹും ഇസ്റഹും, ആയത്തിന്റെ നടുവിൽ ഒരു വാക്കാണത്. വയല്ലാഹു അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം.
ജനസമൂഹങ്ങളുടെ മുതുകുകളെ ഞെക്കിഞ്ഞെരിക്കുന്ന ഭാരിച്ച ഭാരത്തിന്റെ ഭാണ്ഡങ്ങൾ ദൂരത്തെറിയാൻ റസൂലുള്ള എന്തിനാ വന്നത് എന്ന് അല്ലാഹ് പറയാൻ. റസൂലുള്ള വന്നത് ജനങ്ങളെ ഞെക്കിഞ്ഞെരിക്കുന്ന ഭാരിച്ച ഭാരങ്ങളുടെ ഭാണ്ഡങ്ങൾ ദൂരത്തെറിയാൻ, അവരെ നൂറ്റാണ്ടുകളായി വരിഞ്ഞു മുറുക്കിയ സകല തുടലുകളും തച്ചു തകർക്കാൻ. വല്ലദീന ആമനൂ ബിഹി വഅസറൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറ അല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയമാണ് ആഗ്രഹമെങ്കിൽ ഇതാണ് വിജയത്തിന്റെ വഴി എന്നാണ് അല്ലാഹു പറയുന്നത്. വല്ലദീന ആമനൂ ബിഹി, ആ റസൂലിൽ വിശ്വസിക്കുന്നവർ, വഅസറൂഹു വനസറൂഹു, ആ പ്രവാചക സന്ദേശത്തെ ശക്തിപ്പെടുത്തുന്നവർ, അതിനെ സഹായിക്കുന്നവർ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ പ്രവാചക സന്ദേശത്തിന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കാൻ പണിയെടുക്കുന്നവർ, ഉലൈക തത്തബഉ അൻ-നൂറ അല്ലദീ ഉൻസില മഅഹു, ആ റസൂലുള്ളയോട് കൂടി അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പൊ വിജയത്തിന്റെ വഴി വളരെ വലിയ രാജപാത വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അവ്യക്തതകളൊന്നുമില്ല. നിങ്ങളെ സ്വർഗത്തോടടുപ്പിക്കുന്നതും നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ സകല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പഠിപ്പിച്ച റസൂലുള്ളയോടുള്ള സ്നേഹം കണ്ടെത്താൻ ഇനിയും നിങ്ങൾ ഗവേഷണത്തിന് പോകേണ്ടതില്ല. അതുകൊണ്ട് ശരിയായ പ്രവാചക സ്നേഹത്തിന്റെ വഴി പ്രവാചക ചര്യയുടെ ചര്യയിലേക്ക് മടങ്ങലാണ്. പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ ഈ സാമൂഹിക ക്രമത്തെ പുനർനിർമ്മിക്കുവാനുള്ള പ്രക്രിയയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയുമോ അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ചര്യയെയും ഈ ചൈതന്യത്തെയും സംരക്ഷിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു പ്രചോദനത്തിന് ഈ പറയലും ഈ കൂടലും ഈ കാണലും ഈ കേൾക്കലും സഹായകമാകുന്നുവെങ്കിൽ അത് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ വിജയം എന്ന് ആശംസിച്ചുകൊണ്ട്, അങ്ങനെ ഈ സമ്മേളനം വിജയിക്കുമാറാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വകുല്ല അമലിൻ യുഖർരിബുനാ ഇലാ حبك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.